നീ ആയിരിക്കുന്നത് ഇവിടെ അല്ല എന്നുള്ള ബോധ്യത്തോടെ പള്ളിക്കകത്തോട്ട് കയറാവുള്ളേ. നീ പള്ളിക്കകത്തോട്ട് കയറിയാൽ ഇതൊരു പേടകം പോലെയാ എൻ്റെ പ്രിയമുള്ളവരെ, ഇതൊരു പേടകം പോലെയാ. പിന്നെ നിന്നെ ഇവിടുന്ന് കർത്താവ് കൂട്ടിക്കൊണ്ടു പോകുക. പിന്നെ ഇവിടുത്തെ സ്പേസ് ഇല്ല, ടൈം ഇല്ല. കർത്താവിൻ്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള സംഭവങ്ങളിലേക്ക് നീ അങ്ങ് ആയിത്തീരുക. ഈ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ കരഞ്ഞുകൊണ്ടല്ലാതെ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ നമുക്ക് പറ്റില്ല. കരഞ്ഞുകൊണ്ടല്ലാതെ. അച്ഛനിത് പഠിപ്പിച്ചത് കൊണ്ട് ആർക്കും ഇങ്ങനെ ഒരു ബോധ്യമുണ്ടാകുമെന്ന് ഒരു ചിന്ത, ഒരു തെറ്റിദ്ധാരണ അച്ഛനില്ല. നിങ്ങളോട് ഒരു കാര്യം മാത്രമേ അച്ഛൻ ആവശ്യപ്പെടുന്നുള്ളൂ. നിങ്ങളൊന്ന് ആഗ്രഹിക്കണേ. ഈ വിശുദ്ധ കുർബാനയിൽ പൂർണ്ണ മനസ്സോടെ ഒന്ന് പങ്കുചേരാൻ, ഇത് വിശുദ്ധ കുർബാന ശരിക്കും കർത്താവാണെന്ന് തിരിച്ചറിയാനുള്ള കണ്ണ് തരാൻ ഒന്ന് ആഗ്രഹിക്കണേ. കർത്താവ് തരും. നീ അങ്ങനെ തിരിച്ചറിഞ്ഞാലേ പറ്റുള്ളൂ, അല്ലാതെ ആര് പഠിപ്പിച്ചാലും പറ്റുകയല്ല. എൻ്റെ പ്രിയമുള്ളവരെ, അച്ഛൻ ഇങ്ങനെ ഈ ഒരു ബോധ്യമൊന്നും ഇല്ലാതിരുന്ന ആളാ. അച്ഛൻ ഇങ്ങനത്തെ ബോധ്യമൊന്നും ഇല്ലാതിരുന്ന ആളാ. തമ്പുരാൻ കർത്താവ് ചില കാര്യങ്ങൾ പഠിപ്പിച്ചത് കൊണ്ട് മാത്രമാ ഇതിനെക്കുറിച്ച് മാത്രം അച്ഛൻ പ്രസംഗിക്കുന്നേ. അല്ലാതെ തമാശയൊക്കെ പറഞ്ഞ് പലതിനെക്കുറിച്ചും പ്രസംഗിക്കാൻ പറ്റും. നിന്റെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഉത്തരം തരുന്ന സ്ഥലമാണ്. കർത്താവിന്റെ പരസ്യ ജീവിതകാലത്ത് ആളുകൾ അവന്റെ അടുക്കേക്ക് ചെന്നതുപോലെ നിന്റെ ആവശ്യങ്ങൾ മുഴുവൻ അവിടെ പറയണേ. വിശുദ്ധ കുർബാനയുടെ സമയത്ത് നമുക്കെന്തെങ്കിലും നമ്മുടേതായിട്ട് കൂട്ടിച്ചേർക്കാൻ അനുവാദമുള്ള 1-2 സ്ഥലങ്ങളേ ഉള്ളൂ. അതിലൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ് കാർശുസ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മുടേതായിട്ടുള്ള പ്രാർത്ഥനകൾ ആഡ് ചെയ്യാൻ. എല്ലാ വിശുദ്ധ കുർബാനയ്ക്കകത്തെ പ്രാർത്ഥനയ്ക്കകത്തോട് നമുക്ക് വേറൊന്നും ആഡ് ചെയ്യാൻ പറ്റുകയില്ല. 1-2 സ്ഥലത്ത് മാത്രം. ഒന്ന് ഈ കാർശുസ പ്രാർത്ഥന, മറ്റൊന്ന് സമാധാനാശംസ കഴിയുമ്പോൾ ഡിപ്റ്റിക്സ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. മരിച്ചവർക്ക് വേണ്ടിയും ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയുടെ സമയം. ഈ 2 സ്ഥലങ്ങളിലാണ് നമുക്ക് കൂട്ടിച്ചേർക്കാൻ അനുവാദമുള്ള സ്ഥലങ്ങൾ. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും, നമ്മുടെ എല്ലാ നിയോഗങ്ങളും ആ കാർശുസ പ്രാർത്ഥന ശുശ്രൂഷ നമുക്ക് ചൊല്ലിത്തരുമ്പോൾ സമൂഹം മുഴുവൻ ഒന്ന് ചേർന്ന് കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണേ, കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സമർപ്പിക്കണേ. അത് വെറുതെ ആക്കി കളയല്ലേ. കർത്താവിന്റെ പരസ്യ ജീവിതകാലത്ത് നിന്റെ മുമ്പിൽ കർത്താവ് നിന്നുകൊണ്ട് നിന്നെ അനുഗ്രഹിക്കാൻ നീ കർത്താവിന്റെ മുമ്പിലേക്ക് നിന്റെ നിയോഗങ്ങൾ കൊടുക്കുന്ന സമയമാത്. കർത്താവിന്റെ പീഡാനുഭവ യാത്രയിലൊക്കെ പങ്കുചേർന്ന് ഇറങ്ങിപ്പോവും. ഒരു പ്രാവശ്യമെങ്കിലും അങ്ങനെയൊന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് പറ്റണം. ഇവിടെ അനുസ്മരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നറിയാവോ? വിശുദ്ധ കുർബാനയുടെ സമയത്ത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ തന്നെയാണല്ലോ, വിശുദ്ധ കുർബാന പുസ്തകം ഒന്ന് എടുത്തു വെച്ച് ഒന്ന് നോക്കുന്നത് നല്ലതാണ്. അച്ഛൻ ഇപ്പം പറഞ്ഞിങ്ങനെ പോകുന്ന സമയത്ത് പറ്റുവാണെങ്കിൽ വിശുദ്ധ കുർബാനയുടെ പുസ്തകം ഒന്ന് എടുത്തു വെച്ച് നോക്കുക. കുർബാന തുടങ്ങുന്നത് എങ്ങനെയാ? വിശുദ്ധ കുർബാന തുടങ്ങുന്നത് അത് വലിയ പാടാണ് അല്ലേ? കാരണം എന്നാളൊരു കല്യാണത്തിന് വേദപാഠം കേൾക്കാൻ ഒരുത്തം വന്നു. അവൻ പണ്ട് 8ാം ക്ലാസ് വരെ വേദപാഠം പഠിച്ചിട്ടുള്ളൂ. അവനും കെട്ടിക്കണമല്ലോ. അപ്പോൾ അവൻ അത്യാവശ്യം പ്രാർത്ഥനകളൊക്കെ പഠിപ്പിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ട് അച്ഛൻ്റെ മുമ്പിൽ വേദപാഠം കേൾക്കാൻ വരുന്ന പരിപാടി ഉണ്ടല്ലോ. അപ്പം ഇവൻ അന്നെങ്ങാണ്ട് കുർബാനയ്ക്ക് വന്നതാ, പിന്നെ കുർബാനയ്ക്കൊന്നും വന്നിട്ടൊന്നുമില്ല. അത്രയും നാൾ തന്നെ താമസിച്ചെങ്ങാണ്ടൊക്കെയാണ് പോയേക്കുന്നത്. അപ്പം ഞാൻ ഇവനോട് എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, എടാ കുർബാനയുടെ ആദ്യത്തെ പാട്ടെന്നാടാ? കുർബാനയുടെ ആദ്യത്തെ പാട്ടെന്നാ? അവൻ കുറേ നേരമൊക്കെ എടുത്തും പിടിച്ചൊക്കെ നോക്കി, ഒരു രക്ഷയില്ല. ഞാൻ പറഞ്ഞടാ നീ കുർബാന പുസ്തകം എടുത്തു നോക്കിയിട്ടെങ്കിലും പറയടാ എന്ന് പറഞ്ഞു. അവൻ എടുത്തു നോക്കി. അവൻ കണ്ടിട്ടുള്ള കുർബാന പുസ്തകത്തിന്റെ ആദ്യത്തെ പേജ് സർവാധിപന. അവിടെ മുതലേ ഉള്ളൂ അവന് കുർബാന പുസ്തകത്തിൽ അവിടെ മുതലേ ഉള്ളൂ. അതിനു മുമ്പ് എന്താന്ന് പോലും അവൻ കേട്ടിട്ടില്ല. വിശുദ്ധ കുർബാനയുടെ തുടക്കം മുതൽ അവസാനം വരെ സംഭവിക്കുന്നത് എന്താണ് എന്ന് എൻ്റെ പ്രിയമുള്ളവരെ നമുക്കൊരു വ്യക്തമായ ബോധമുണ്ടാവണം. വിശുദ്ധ കുർബാനയുടെ തുടക്കം എന്താ? ഏത് പാട്ടാ? അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയുടെ ഈ ബലി അർപ്പിക്കാം. അച്ഛൻ തിരുവസ്ത്രങ്ങളുമൊക്കെ അണിഞ്ഞ് ഇവിടെ വന്ന് നിന്നുകൊണ്ട് ആദ്യം എല്ലാവരോടുമായിട്ട് പറയുകയാണ്, അന്നാ പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയുടെ ഈ ബലി അർപ്പിക്കാം. എന്താ അതിൻ്റെ അർത്ഥം? അച്ഛൻ എല്ലാവരോടുമായിട്ട് പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ കുർബാന അർപ്പിക്കുന്നത് എന്തിനാണെന്നറിയാവോ? അന്ന് പെസഹ തിരുനാളിൻ്റെ അന്ന് കർത്താവ് ഒരു കാര്യം പറഞ്ഞില്ലേ, നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. ഈ കൽപ്പന അനുസരിച്ചാണ് നമ്മൾ ഈ കുർബാന തുടങ്ങുന്നത് എന്നാണ് അച്ഛൻ പറയുന്നത്.
അപ്പൊ ആളുകളെല്ലാം കൂടെ ഒരു കാര്യം കൂടെ തിരിച്ച് മറുപടി പറയും. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിയിടാം, ഗുരുവിൻ സ്നേഹമൊടിയാകം തിരുമുമ്പാകെ അണച്ചിടാം. ആളുകൾ പറയാണ്, അച്ഛാ ആ ഒരു കൽപ്പന മാത്രമല്ല അച്ഛാ അന്ന് കർത്താവ് തന്നത്, ഒന്നുകൂടെ തന്നിരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ ഗുരുവിൻ സ്നേഹമൊടിയാകം, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിച്ച് പുതിയ ബലിപീഠത്തിൽ നമുക്ക് ഈ കാഴ്ച അർപ്പിക്കാം, ഈ ബലി അർപ്പിക്കാം എന്നാണ് ആളുകൾ പറയുക. അച്ഛൻ ഉടനെ പറയുകയാണ്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. എന്താ സംഭവം? അച്ഛൻ പറയാ, ഇതാ ഇവിടെ ഈശോ ജനിച്ചിരിക്കുന്നു. ഈശോ ജനിച്ച സമയത്ത് മാലാഖമാരുടെ ഗാനമാണ് അവിടെ പാടുന്നത്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അച്ഛൻ എല്ലാവരോടുമായിട്ട് പറയുക, ഇതാ ഇപ്പോ ഇവിടെ ഈശോ ജനിച്ചിരിക്കുന്നു. എന്റെ പ്രിയമുള്ളവരെ, പിന്നെ ഈ അമ്പൂരി നിൽക്കല്ലേ, നേരെ ബെത്ലഹേമിൽ പോയി നിൽക്കണം. അവിടെ ചെന്ന് മാതാവിന്റെ കൂടെ നിൽക്കണം. നിങ്ങള് വേണമെങ്കിൽ ഹെറോദോസിന്റെ കൂടെ നിൽക്കാം, എല്ലാത്തിനെയും വിമർശിച്ചുകൊണ്ട്. അതല്ല, മാതാവിന്റെ കൂടെ നിനക്ക് നിൽക്കാൻ പറ്റും പുൽക്കൂടിൽ. അച്ഛനിവിടെ പറയുക, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഇതാ നമ്മുടെ കർത്താവ് നമ്മുടെ ഇടയിൽ ജനിച്ചിരിക്കുന്നു. ഉടനെ ആളുകൾ എല്ലാവരോട് എഴുന്നേറ്റ് നിന്നുകൊണ്ട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഈശോയെ ഞങ്ങളുടെ ഇടയിലേക്ക് തന്നെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിനക്ക് നന്ദി. മാലാഖമാരുടെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവിടെ ബെത്ലഹേമിൽ മാലാഖമാരുണ്ടായിരുന്നത് കൊണ്ട് ആ മാലാഖമാരുടെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് പരിശുദ്ധൻ 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 എന്ന മാലാഖമാരുടെ പാട്ടും കൂടെ ഇതിനോട് ചേർത്ത് വെച്ച് സ്വർഗസ്ഥനായ പിതാവേ നമ്മൾ ചൊല്ലുന്നത്. വീണ്ടും നമ്മൾ കാണുകയാണ്, എല്ലാവരും കൂടെ ചേർന്ന് സങ്കീർത്തന ആലാപനം നടത്തുകയാണ്. സങ്കീർത്തന ആലാപനം എന്താണ് ഈ സങ്കീർത്തനം എന്ന് പറയുക? യഹൂദരുടെ പ്രാർത്ഥനാ പുസ്തകമാണ് സങ്കീർത്തനം. കർത്താവ് യേശു മിശിഹായുടെ ജീവിതത്തില് അവന്റെ പ്രാർത്ഥനാ പുസ്തകമാണ്. അവന്റെ രഹസ്യ ജീവിത കാലത്ത് അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാണ് ഈ സങ്കീർത്തനങ്ങൾ. ഈശോയോട് ചേർന്ന് ഈശോയുടെ ഒരു കൂട്ടുകാരനായി പോയി, ഈശോയുടെ ഒരു കൂട്ടുകാരിയെ പോലെ ഈശോയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അവിടെ ഈശോയുടെ രഹസ്യ ജീവിത കാലമാണ് നമ്മൾ അവിടെ അനുസ്മരിക്കുക. ഈശോയുടെ കൂടെ നിൽക്കാൻ പറ്റണം, അവനോട് കൂടെ ചേർന്ന് സങ്കീർത്തനങ്ങളുടെ സമയത്ത് പ്രാർത്ഥിക്കാൻ പറ്റണം, അല്ലേ? സങ്കീർത്തനങ്ങളുടെ സമയത്ത് ഈശോയോട് കൂടെ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന അവസരം നിങ്ങളൊന്ന് ഒന്ന് ഒന്ന് ചിന്തിച്ചാൽ, ഒന്ന് സ്വപ്നം പോലെ ഒന്ന് കണ്ടുകൊണ്ട് പോയാൽ, എൻ്റെ പ്രിയമുള്ളവരെ, ഇത് ഭയങ്കര ഒരു അനുഭവമാണ്. വിശുദ്ധ കുർബാനയുടെ സമയം എന്ന് പറയുന്നത് ഭയങ്കര അനുഭവമാണ്. ഈശോയുടെ രഹസ്യ ജീവിത കാലത്ത് അവൻ ചെയ്തിട്ടുള്ള പ്രവർത്തികളിലൂടെയൊക്കെ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. നമുക്ക് തിരിച്ചറിവുകൾ തരും തമ്പുരാൻ, നമുക്ക് വെളിപ്പെടുത്തലുകൾ തരും. വിശുദ്ധ ബൈബിളിൽ ഈശോയുടെ രഹസ്യ ജീവിത കാലത്തെക്കുറിച്ച് പല അറിവുകളുമില്ല. പക്ഷേ വിശുദ്ധ കുർബാനയുടെ സമയത്ത് നീ ഈശോയോട് ചേർന്ന് നിന്ന് സങ്കീർത്തന ആലാപനം നടത്തിയാൽ നിനക്കവൻ വെളിപ്പെടുത്തി തരും അവൻ എന്തൊക്കെയാ ചെയ്തുകൊണ്ടിരുന്നത്. നിന്റെ പോലത്തെ ജീവിത സാഹചര്യങ്ങൾ ഉണ്ടായ സമയത്ത് അവൻ എങ്ങനെയാ പെരുമാറിയത്, നീ ഇനി എങ്ങനാ പോകണ്ടേ എന്ന് അവൻ നിനക്ക് കാണിച്ചു തരും. കണ്ണു തുറന്ന് കണ്ടാൽ മാത്രം മതി. അവനോട് ചേർന്നിരുന്ന് സങ്കീർത്തനങ്ങൾ നടത്തണം. കർത്താവേ മമ രാജാവേ എന്നുള്ള പാട്ടൊക്കെ പാടുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കണം. സർവാധിപനാം കർത്താവേ എന്നുള്ള പാട്ട് പാടി വിരിയൊക്കെ തുറക്കും. വിരിയൊക്കെ തുറന്ന് പ്രകാശമാനമായിട്ടുള്ള സ്വർഗത്തിന്റെ പ്രതീകം നമുക്ക് കാണിച്ചു തരിക. ഈ വിരി തുറക്കുന്നതും ആ പാട്ട് പാടുന്നതും പ്രകാശം വരുന്നതും ഒക്കെ എൻ്റെ പ്രിയമുള്ളവരെ ഈശോ മിശിഹായുടെ മാമോദീസായ അവിടെ സംഭവിക്കുന്നത്. ഈശോയുടെ മാമോദീസ വേളയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുക. അവിടെ ചെന്ന് നിൽക്കണം. ഈശോയുടെ കൂടെ ചേർന്ന് നിന്ന് നമ്മുടെ മാമോദീസ നമുക്ക് ആചരിക്കാനായിട്ട് പറ്റണം. അവിടെ ഈശോയുടെ മാമോദീസ വേളയാ. സ്വർഗം തുറക്കപ്പെട്ടു, പിതാവിന്റെ സ്വരം കേട്ടു, പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വന്നു. കണ്ണ് തുറന്ന് ഇവിടെ നിൽക്കുമ്പോൾ അതൊന്ന് കാണണം. ജോർദാൻ നദിക്കരയിൽ പോയി നിൽക്കണം. നമ്മള് ജോർദാൻ നദിക്കരയിൽ പോയി നിൽക്കണം. ഇവിടെ ഇരുന്നുകൊണ്ട് നിന്നെ ജോർദാൻ നദിക്കര കർത്താവ് കാണിച്ചു തരും. അവിടെ സ്വർഗം തുറന്ന് നിനക്ക് കാണാൻ പറ്റും. പിന്നെ നീ അൽത്താരയിലേക്ക് നോക്കുമ്പോൾ നീ കാണുന്നത് ഈ അൽത്താര ആയിരിക്കുകയല്ല, സ്വർഗമായിരിക്കും. സ്വർഗം. ഇത് ചിന്തിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ പങ്കുചേരണം. വെറുതെ നിന്ന് പാട്ട് പാടല്ലേ, ഇത് ചിന്തിച്ചുകൊണ്ട് നിൽക്കണം. അത് ചിന്തിച്ചുകൊണ്ട് നിന്നാലേ തൊട്ടടുത്ത പാട്ട് ആത്മാർത്ഥതയോടെ നമുക്ക് പാടാൻ പറ്റുള്ളൂ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. സ്വർഗം കണ്ടവന്റെ സന്തോഷത്തിൽ പാടുന്ന പാട്ടാത്. യെശയ്യാ പ്രവാചകൻ സ്വർഗം കണ്ടു കഴിഞ്ഞപ്പോൾ അവിടുത്തെ പ്രാർത്ഥനയായിരുന്നു അത്. സ്വർഗം കണ്ടു കഴിയുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തിൽ നിന്നുകൊണ്ട് വേണം അത് പാടാൻ. അത് പാടാൻ പറ്റണമെങ്കിൽ അതിനു മുമ്പ് നീ ജോർദാൻ നദിക്കരയിൽ പോയി നിന്ന് സ്വർഗം കാണണം.
ഇവിടെ നിന്നോണ്ട് ഈ അൽത്താര കണ്ടാൽ മാത്രം പോലെ. അൽത്താര കണ്ടാലുള്ള ഒരു കുഴപ്പമെന്നറിയാവോ? ഇവിടെ നിൽക്കുന്ന ലൈറ്റ് സെറ്റിങ്സും അത് ഇതൊക്കെ ആയിരിക്കും നിന്റെ ചിന്ത. ആ ലൈറ്റ് കത്തിയില്ലല്ലോ, ഈ ലൈറ്റിന് എന്നാ പറ്റി, അവിടെ ഫാൻ ഇല്ലല്ലോ, ഇവിടെ ഇത് വെച്ചില്ലല്ലോ, ഇതൊക്കെ ആയിരിക്കും നിന്റെ ചിന്ത. ജോർദാൻ നദിയിൽ കരയിൽ ഈശോയോടൊപ്പം നിന്ന് നീ മാമോദിസായിൽ പങ്കുചേർന്നാലുണ്ടല്ലോ, നീ സ്വർഗം കാണും. ഇത് തുറക്കുമ്പോ നീ അറിയാതെ പാടിപ്പോകും, പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ എന്ന്. വീണ്ടും കർത്താവിന്റെ പരസ്യ ജീവിതകാലം അവിടെ ആരംഭിക്കുക ഈശോയുടെ മാമോദിസായിലൂടെ. മാമോദിസ കഴിഞ്ഞു കഴിയുമ്പോൾ അവൻ വചനം എടുത്തു വെച്ച് വ്യാഖ്യാനിച്ചു കൊടുക്കാനായിട്ടൊക്കെ തുടങ്ങി. വചനം ആളുകളോട് പറയാൻ തുടങ്ങി. അവൻ സിനഗോഗിൽ പോയി പ്രസംഗിച്ചു തുടങ്ങി, വചനം പറയാൻ തുടങ്ങി. അതുകൊണ്ടാണ് പഴയ നിയമം മുതൽ പുതിയ നിയമം വരെയുള്ള ഒരു വായനയുണ്ട്. പഴയ നിയമം മുതൽ അന്ന് വരെയുള്ള സർവ്വകാര്യങ്ങളും തന്നിൽ പൂർത്തിയാകുന്നു എന്ന രീതിയിൽ കർത്താവ് എല്ലാവർക്കും പറഞ്ഞു കൊടുത്തില്ലേ. അതുകൊണ്ട് പഴയ നിയമവും പുതിയ നിയമവും നമ്മൾ അവിടെ വെച്ചാണ് വായിക്കുക. ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് അവന്റെ കൂടെ സഞ്ചരിക്കണം. ഇത് കേൾക്കുന്നത് കർത്താവിന്റെ വായിൽ നിന്നാവണം. ഇവിടെ ശുശ്രൂഷ വായിക്കുമ്പോൾ ശുശ്രൂഷയെ ആയിരിക്കരുത് നീ കാണുന്നത്. കർത്താവ് അവന്റെ പരസ്യ ജീവിതകാലത്ത് അവൻ എല്ലാവരോടും വചനം പറഞ്ഞത് ഇവിടെ കണ്ണു തുറന്നൊന്ന് കാണണം. അങ്ങനെ നീ ഒന്ന് കേട്ടേ, നിനക്ക് വചനം മനസ്സിലാകും. ഈശോ പറഞ്ഞു തരുന്നതാണ് എന്ന് വിചാരിച്ച് നീ ഒന്ന് കേട്ടേ, നിനക്ക് വചനം മനസ്സിലാകും. എല്ലാ ദിവസവും ഇട ദിവസങ്ങളിലാണെങ്കിൽ പോലും അച്ഛന്മാർ ഒരു 2 വാക്ക് ഈ വായിച്ച ഭാഗത്തെക്കുറിച്ച് പറയാറുണ്ട്. അതെന്താണെന്നറിയാവോ? അവിടെ അനുസ്മരിക്കുന്നത് ഈശോ മിശിഹ പരസ്യ ജീവിതകാലത്ത് വചനം പറയുക മാത്രമല്ല, അത് വിശദീകരിച്ചു കൊടുക്കുക കൂടെ ചെയ്തു. അത് അച്ഛന് 2 വാക്ക് പറയുന്നത് അച്ഛന് പ്രസംഗിക്കാനുള്ള വലിയ ആഗ്രഹം കൊണ്ടൊന്നുമല്ല. അത് പറഞ്ഞില്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഇല്ലാതെയായി പോവുക, അങ്ങനെ ഒരു അനുസ്മരണം ഇല്ലാതായി പോവുക. അതുകൊണ്ടാണ് അത് ഉൾപ്പെടെ അവിടെ ചെയ്യുക. അതിനെ തുടർന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക, കാറസൂസ പ്രാർത്ഥനയാണ്. കാറസൂസ പ്രാർത്ഥന ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് ഒത്തിരിയേറെ ആളുകൾ അവൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് അവനോട് അപേക്ഷിച്ചു. അവരുടെ പല 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 നിയോഗങ്ങൾ അവൻ്റെ മുമ്പിൽ സമർപ്പിച്ചു. ഒരെണ്ണത്തോട് പോലും കർത്താവ് നോ എന്ന വാക്ക് പറഞ്ഞിട്ടില്ല. എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ ഓർത്തോണം, കാറസൂസ പ്രാർത്ഥന എന്ന് പറയുന്നത് വെറുതെ കണ്ണുടച്ച് വിടരുത്. നിന്റെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഉത്തരം തരുന്ന സ്ഥലമാണ്. കർത്താവിന്റെ പരസ്യ ജീവിതകാലത്ത് ആളുകൾ അവന്റെ അടുക്കേക്ക് ചെന്നതുപോലെ നിന്റെ ആവശ്യങ്ങൾ മുഴുവൻ അവിടെ പറയണേ. നിന്റെ ആവശ്യങ്ങൾ മുഴുവൻ അവിടെ പറയണേ. വിശുദ്ധ കുർബാനയുടെ സമയത്ത് നമുക്കെന്തെങ്കിലും നമ്മുടേതായിട്ട് കൂട്ടിച്ചേർക്കാൻ അനുവാദമുള്ള 1-2 സ്ഥലങ്ങളേ ഉള്ളൂ. അതിലൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ് കാറസൂസ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മുടേതായിട്ടുള്ള പ്രാർത്ഥനകൾ ആഡ് ചെയ്യാൻ. എല്ലാ വിശുദ്ധ കുർബാനയ്ക്കകത്ത് പ്രാർത്ഥനയ്ക്കകത്തോട് നമുക്ക് വേറൊന്നും ആഡ് ചെയ്യാൻ പറ്റുകയില്ല. 1-2 സ്ഥലത്ത് മാത്രം. ഒന്ന് ഈ കാറസൂസ പ്രാർത്ഥന, മറ്റൊന്ന് സമാധാനാശംസ കഴിയുമ്പോൾ ഡിപ്റ്റിക്സ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. മരിച്ചവർക്ക് വേണ്ടിയും ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയുടെ സമയം. ഈ 2 സ്ഥലങ്ങളിലാണ് നമുക്ക് കൂട്ടിച്ചേർക്കാൻ അനുവാദമുള്ള സ്ഥലങ്ങൾ. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നമ്മുടെ എല്ലാ നിയോഗങ്ങളും ആ കാറസൂസ പ്രാർത്ഥന ശുശ്രൂഷ നമുക്ക് ചൊല്ലിത്തരുമ്പോൾ സമൂഹം മുഴുവൻ ഒന്ന് ചേർന്ന് കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണേ, കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സമർപ്പിക്കണേ. അത് വെറുതെ ആക്കി കളയല്ലേ. കർത്താവിന്റെ പരസ്യ ജീവിതകാലത്ത് നിന്റെ മുമ്പിൽ കർത്താവ് നിന്നുകൊണ്ട് നിന്നെ അനുഗ്രഹിക്കാൻ നീ കർത്താവിന്റെ മുമ്പിലേക്ക് നിന്റെ നിയോഗങ്ങൾ കൊടുക്കുന്ന സമയമാത്. അത് കൊടുക്കണം. അതിനെ തുടർന്നുള്ള 1 ഭാഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണേ. അതിനെ തുടർന്നുള്ള ഭാഗങ്ങൾ വീണ്ടും വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി നമ്മൾ അൾത്താരയിലേക്ക് പ്രവേശിക്കാനായിട്ടൊക്കെ പോവുക. അതിന് തൊട്ടു മുമ്പ് ഒരു രംഗമുണ്ട്. കർത്താവ് മിശിഹായുടെ പീഡാനുഭവ യാത്രയെ സൂചിപ്പിക്കുന്ന ഒരു സംഭവം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാട്ട് പാടുകയാണ്. ആ പാട്ടിന്റെ സമയത്ത് എൻ്റെ പ്രിയമുള്ളവരെ 2 വശത്തു നിന്നും, അൾത്താരയുടെ 2 വശത്തു നിന്നും അപ്പവും വീഞ്ഞും എടുത്തുകൊണ്ട് പോയി ഈ ബലിപീഠത്തിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുന്ന ഒരു രംഗമുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, അച്ഛൻ കണ്ടിട്ടുണ്ട് ആ സമയത്ത് ഒത്തിരിയേറെ ആളുകൾ കരയുന്നത്. ഇതിന്റെ അർത്ഥം മനസ്സിലാക്കി വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സമയത്ത് ഒത്തിരിയേറെ ആളുകൾ കരയുന്നത് അച്ഛൻ കണ്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സമയത്തുണ്ടല്ലോ എൻ്റെ പ്രിയമുള്ളവര്, ഈ അർത്ഥങ്ങളൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇന്നത്തെ വിശുദ്ധ കുർബാനയിൽ നിങ്ങൾ പങ്കുചേരാൻ. ഇന്നത്തെ വിശുദ്ധ കുർബാനയിൽ നിങ്ങൾ അങ്ങനെ പങ്കുചേർന്നാൽ നീ കണ്ണിൽ കാണും 2 വശത്തു നിന്നും തിരുശരീരവും തിരുരക്തവും എടുത്തുകൊണ്ട് വരുന്നത് കർത്താവിന്റെ പീഡാനുഭവ യാത്രയിലുള്ള നിന്റെ പങ്കുചേരലാണെന്ന് നീ ഒന്ന് ബോധ്യപ്പെട്ടേ. നീ കാണും കർത്താവ് കുരിശും എടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നേ.
കണ്ണു തുറന്നൊന്ന് കാണണം എൻ്റെ പ്രിയരെ. ഈശോയുടെ പീഡാനുഭവ യാത്രയിൽ അവനെ ആശ്വസിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ പോയി നിൽക്കണേ. അവനെ ആശ്വസിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ പോയിക്കണേ. കാഴ്ചക്കാരായിട്ട് നിൽക്കല്ലേ, കാഴ്ചക്കാരായിട്ട് നിൽക്കല്ലേ. പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം, ആ സമയത്ത് പലർക്കും ഒരു ബോധം പോലും ഇല്ല. ഇത് പലപ്പോഴും കാണുക പോലും ചെയ്യുന്നില്ല. വെറുതെ സമയം കളയണ്ടല്ലോ, എന്തിനാ ബലിപീഠത്തിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ട് എടുത്ത് ഉയർത്തിയാൽ പോരാ എന്ന് ചോദിച്ചാൽ പോരാ. അവിടെ സംഭവിക്കുന്നത് ഈശോയുടെ പീഡാനുഭവ യാത്രയാണ്. അതുകൊണ്ട് രണ്ട് വശത്തു നിന്നും ആഘോഷപൂർവ്വമായി എടുത്തുകൊണ്ട് വരുന്നത്. അത് യാത്ര നടത്തുമ്പോൾ ആ യാത്രയിൽ നീ പങ്കുചേരണേ. കർത്താവിന്റെ പീഡാനുഭവ യാത്രയിൽ നീ പങ്കുചേരണേ പൂർണ്ണ മനസ്സോടെ. നീ കാണും അവിടെ കർത്താവ് പീഡ സഹിക്കുന്നത്. അവന്റെ മുഖം ഒന്ന് ഒപ്പിയെടുക്കാൻ നിന്നെ കൊണ്ട് പറ്റും. നിന്റെ ഹൃദയത്തിൽ അവന്റെ മുഖം ഒപ്പിയെടുക്കാൻ പറ്റണം. അൽത്താരയിലേക്ക് കൊണ്ടുവന്നിട്ട് കൈ രണ്ടും മുകളിലേക്ക് ഉയർത്തി, കുരിശാകൃതി മുകളിലേക്ക് ഉയർത്തി അച്ഛൻ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. രണ്ട് കൈയും ഇങ്ങനെ കുരിശാകൃതിയും മുകളിലേക്ക് തിരുവോസ്തിയും തിരുരക്തവും മുകളിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതാ നമ്മുടെ കർത്താവ് കുരിശിൽ പിടഞ്ഞു മരിക്കുന്നു എന്നതാണ്. ഇതാ നമ്മുടെ കർത്താവ് കുരിശിൽ പിടഞ്ഞു മരിക്കുന്നു. ആ സമയത്തൊന്നും നമുക്ക് എങ്ങനെ ഇരിക്കാൻ പറ്റും എൻ്റെ പ്രിയമുള്ളവരെ? നമ്മുടെ ദേവാലയത്തിലൊക്കെ നമുക്ക് എങ്ങനെ അങ്ങനെ ഇരിക്കാൻ പറ്റും? കർത്താവ് എനിക്ക് വേണ്ടി കുരിശിൽ പീഡ സഹിച്ചിതാ മരിക്കുന്നു എന്ന് നിന്നെ ഉയർത്തി കാണിക്കുക. അവിടെ വീണ്ടും അത് താഴേക്ക് ഇറക്കി വന്ന് 3 പ്രാവശ്യം മുട്ടിയിട്ട് ശ്വാസപ്പായെടുത്ത് വെച്ച് മൂടും. 3 മണി സമയം അവൻ മരിച്ച് അടക്കം ചെയ്യപ്പെട്ടു. ശ്വാസപ്പാൻ കൊണ്ട് മൂടുന്നത് അതിനുവേണ്ടി അടക്കം ചെയ്യപ്പെട്ടു. അച്ഛനത് പറയുന്നത് എന്താണെന്നറിയാവോ? വിശുദ്ധ കുർബാനയിൽ ഇതൊക്കെ വെറുതെ ഒരു ആംഗ്യങ്ങളല്ല. ഇതൊന്നും വെറുതെ ഒരു ആംഗ്യങ്ങളല്ല. കർത്താവിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ പ്രതീകങ്ങളിലൂടെ അവതരിപ്പിക്കുക. ആ സമയത്ത് നമ്മളെ കൂട്ടിക്കൊണ്ടുപോവുക കാൽവരിയിലേക്ക്. നമ്മൾ ഇവിടെ അല്ല, പിന്നെ കാൽവരിയിലാണെന്നുള്ള ബോധത്തോടെ നിൽക്കണം. ഇവിടെ കർത്താവിന്റെ കുരിശിൻ ചുവട്ടില് നട്ടുച്ചയ്ക്ക് പൊരിഞ്ഞ വെയിലത്ത് പിടഞ്ഞു മരിക്കുന്നവന്റെ കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുന്ന അനുഭവത്തിൽ നിൽക്കണം. വിശുദ്ധ കുർബാന വെറുതെ അങ്ങനെ പോകാനുള്ളതല്ല എൻ്റെ പ്രിയമുള്ളവരെ. വെറുതെ അങ്ങ് പോകാനുള്ളതല്ല. ഈശോയുടെ കൂടെ യാത്ര ചെയ്യാനുള്ളതാ. ഈശോയുടെ കൂടെ യാത്ര ചെയ്യാൻ. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ എന്ന പ്രാർത്ഥനയോട് ഈ മൂടിയിട്ടിരിക്കുന്ന ശ്വാസപ്പായ എടുത്ത് ചുറ്റും വയ്ക്കും. നമ്മുടെ വിചാരങ്ങളും വികാരങ്ങളും പ്രാർത്ഥനകളും ഒക്കെ സ്വർഗത്തിലേക്ക് ഉയർത്തുവാൻ നമുക്ക് മുമ്പ് കർത്താവിത ഉദ്ധാനം ചെയ്തു എന്ന് പറയാൻ. കർത്താവിത ഉദ്ധാനം ചെയ്തു. അത്രയും സംഭവങ്ങൾ അനുസ്മരിക്കുമ്പോൾ എൻ്റെ പ്രിയമുള്ളവർ, പിന്നെ വിശുദ്ധ കുർബാനയുടെ കൂദാശ ഭാഗം തുടങ്ങിക്കഴിഞ്ഞു. അവിടെ ആകുമ്പോൾ കൂദാശ ഭാഗം തുടങ്ങിക്കഴിഞ്ഞു. അത്രയും നമ്മൾ അനുസ്മരിച്ചിട്ട് കർത്താവ് എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച് ഉദ്ധാനം ചെയ്ത സംഭവം വരെ അനുസ്മരിച്ചിട്ട്, എൻ്റെ കർത്താവേ എനിക്ക് വേണ്ടി നീ ഒരുക്കി തന്ന രക്ഷാകര പദ്ധതിയെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് സമൂഹം മുഴുവൻ ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുക. കർത്താവിന് നന്ദി പറയുക. തുടർന്നുള്ള ഭാഗങ്ങൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. അച്ഛൻ പ്രാർത്ഥനകൾ ചൊല്ലുമ്പോൾ എന്തൊക്കെയാ പ്രാർത്ഥിക്കുന്നത്? എണ്ണി 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 അനാദി മുതല് കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള, എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള രക്ഷാകര പദ്ധതികൾ എണ്ണി 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 നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. നന്ദി പറയാൻ പറ്റാത്ത രീതിയിലുള്ള അനുഗ്രഹങ്ങൾ തന്നവനെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, പുകഴ്ത്തുന്നു എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ചേർന്ന് ആരാധിക്കുകയാണ്. തുടർന്നുള്ള ഭാഗത്ത് നമ്മൾ പിന്നീട് ശ്രദ്ധിക്കുക, കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന് പറഞ്ഞ് അച്ഛൻ ആവസിപ്പിക്കുന്നതോടെയാണ് ഈ കൂദാശ ഭാഗം അവസാനിക്കുന്നത്. അതിനിടയ്ക്ക് കർത്താവിൻ്റെ ഏറ്റവും വലിയ, കർത്താവ് നമുക്ക് വേണ്ടി തന്ന വലിയ സമ്മാനമായ വിശുദ്ധ കുർബാന, സ്വന്തം ശരീരവും രക്തവും എനിക്ക് വേണ്ടി മുറിച്ചു തന്ന കൂദാശ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ആ സംഭവം അനുസ്മരിക്കുന്നുണ്ട്. കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ എന്ന് പറഞ്ഞ് ആവസിപ്പിക്കുന്നതോടെ വെറും അപ്പമായിരുന്ന ഈ അപ്പം തമ്പുരാൻ കർത്താവായിട്ട് മാറുക. പിന്നെ അവിടെ ഇരിക്കുന്നത് സ്വർഗത്തിൽ നിന്ന് വിട്ടിറങ്ങി വന്ന നിന്റെ ദൈവമായ കർത്താവാണ്. അത് കാണണം. നമ്മുടെ ഇടയിലേക്ക് കർത്താവ് വന്നു കഴിയുമ്പോൾ ആദ്യം നമുക്കുണ്ടാകുന്ന വികാരം എന്താണെന്നറിയാവോ? എൻ്റെ കർത്താവേ ഞാൻ പാപിയാണ് എന്ന വികാരം. എൻ്റെ കർത്താവേ ഞാൻ പാപിയാണെന്ന വികാരം. ഉദ്ധാനം ചെയ്ത കർത്താവ് സ്ലീഹന്മാരെ തപ്പി തിബേരിയോസ് കടൽ തീരത്തേക്ക് ചെല്ലുന്ന ഒരു രംഗമുണ്ട്. ആ രംഗത്തില് പത്രോസൊക്കെ എടുത്തു ചാടുകയാണ്. എടുത്തു ചാടിയിട്ട് പറയാ, കർത്താവേ ഞാൻ പാപിയാണ്, ഞാൻ പാപിയാണ്.
എൻ്റെ പ്രിയമുള്ളവരെ, കർത്താവിനെ കണ്ടു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന വികാരം ഞാൻ പാപിയാണെന്നുള്ള ബോധമാണ്. അതുകൊണ്ടാണ് എല്ലാവരും ഉടനെ മുട്ടുകുത്തി നിന്ന് കർത്താവിനോട് നിലവിളിച്ച് പറയുക, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിച്ചു തരണേ. ഞങ്ങളുടെ ഇടയിലേക്ക് വരാൻ, എൻ്റെ നാവിലേക്ക് വരാനുള്ള യോഗ്യത എനിക്കില്ല കർത്താവേ. എൻ്റെ പാപങ്ങളും അപരാധങ്ങളും പുറത്തു തരണേ. കണ്ണീരോടെ മുട്ടിമേൽ നിന്ന് പ്രാർത്ഥിക്കേണ്ട സമയമാത്. ആ സമയത്ത് നമ്മൾ ദയവ് ചെയ്തിരിക്കരുതേ. അതിനൊരർത്ഥമില്ല. ഞാൻ പാപിയാണെന്നുള്ള ബോധത്തോടെ ഞാൻ മുട്ടിമേ വീണ കിടന്ന് കർത്താവിനോട് യാചിക്കുക, കർത്താവേ, എൻ്റെ പാപങ്ങളും അപരാധങ്ങളും പുറത്തു തരണേ. കർത്താവ് പുറത്തു എന്നതിൻ്റെ വലിയ സന്തോഷത്തിൽ എല്ലാവരും കൂടെ എഴുന്നേറ്റ് നിന്ന് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ പാപങ്ങളും അപരാധങ്ങളും പുറത്തു തന്ന നല്ലവനായ ദൈവമേ, നിനക്ക് നന്ദി. നമ്മുടെ ഇടയിലേക്ക് കർത്താവ് കടന്നു വരിക. നമ്മുടെ നാവില് കർത്താവ് വരിക. വലിയ സ്നേഹത്തോടുകൂടെ എനിക്ക് വേണ്ടി പിടഞ്ഞ് മരിച്ച് എനിക്ക് വേണ്ടി ഉദ്ധാനം ചെയ്ത് സ്വർഗം തുറന്നു തന്ന നല്ല തമ്പുരാനെ വലിയ സ്നേഹത്തോടുകൂടെ സ്വീകരിക്കണം. വലിയ സ്നേഹത്തോടുകൂടെ, ആ സ്നേഹത്തോടെ വേണം വരാൻ. അങ്ങനെ സ്നേഹത്തോടെ വരുന്നവന്റെ കാര്യമാണ് അച്ഛൻ ഇന്നലെ പറഞ്ഞ ഒരു പയ്യൻ, അവൻ കണ്ണീരോടെ വന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന കാര്യം പറഞ്ഞേ. ആ സ്നേഹത്തോടെ എനിക്ക് വേണ്ടി മരിച്ച കർത്താവ് എൻ്റെ നാവിലേക്ക് വരുമ്പോൾ എങ്ങനാച്ചാ കരയാതിരിക്കുന്നേ? വിദ്യാഭ്യാസം കുറഞ്ഞ ഒരു പയ്യൻ പറഞ്ഞതാ, അച്ഛാ എങ്ങനെച്ചാ കരയാതിരിക്കുന്നേ? കാരണം അവൻ കാണുക ഇത് ശരിക്കും അവന് വേണ്ടി പിടഞ്ഞു മരിച്ച കർത്താവാണെന്ന്. ഈശോ ഉള്ളിലേക്ക് സ്വീകരിച്ചു കഴിയുമ്പോൾ വൈദികന്റെ ഭാഗത്തു നിന്നും ശുശ്രൂഷയുടെ ഭാഗത്തു നിന്നും ആളുകളുടെ ഭാഗത്തു നിന്നും നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക തുടർന്നുള്ള ഭാഗം. എന്നിട്ട് എല്ലാവരും കൂടെ ചേർന്ന് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി ഈ രക്ഷാകര പദ്ധതി ഒരുക്കി തന്നവനെ പിതാവായ ദൈവമേ, നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നത് നമ്മൾ മാത്രമല്ല, സ്വർഗവാസികളും കൂടെ ഉണ്ട് എന്നുള്ളതിന്റെ വലിയ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് പരിശുദ്ധൻ 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 എന്ന് കൂട്ടിച്ചേർത്ത് അവിടെ സ്വർഗസ്ഥനായ പിതാവേ നമ്മൾ ചൊല്ലുന്നത്. കർത്താവ് സ്വർഗാരോഹണം ചെയ്തപ്പോ, എൻ്റെ മക്കളെ, അവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞ് ആശീർവദിച്ചതുപോലെ വൈദികൻ എല്ലാവരെയും ആശീർവദിക്കുകയാണ്. അവിടെ സംഭവിക്കുന്നത്, നീ നിൽക്കുന്നത് സ്ലീഹന്മാരുടെ കൂട്ടത്തിലാണ്. സ്ലീഹന്മാരുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് അവന്റെ ആശീർവാദം വാങ്ങി അവൻ സ്വർഗത്തിലേക്ക് കരയേറുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഇത് കണ്ടോണ്ടേ വിശുദ്ധ കുർബാനയ്ക്ക് നിൽക്കാവുള്ളേ. നീ ആയിരിക്കുന്നത് ഇവിടെ അല്ല എന്നുള്ള ബോധ്യത്തോടെ പള്ളിക്കകത്തോട്ട് കയറാവുള്ളേ. നീ പള്ളിക്കകത്തോട്ട് കയറിയാൽ ഇതൊരു പേടകം പോലെയാ. എൻ്റെ പ്രിയമുള്ളവരെ, ഇതൊരു പേടകം പോലെയാ. പിന്നെ നിന്നെ ഇവിടുന്ന് കർത്താവ് കൂട്ടിക്കൊണ്ടു പോകുക. പിന്നെ ഇവിടുത്തെ സ്പേസ് ഇല്ല, ടൈം ഇല്ല. കർത്താവിന്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള സംഭവങ്ങളിലേക്ക് നീ അങ്ങ് ആയിത്തീരുക. ഈ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ കരഞ്ഞുകൊണ്ടല്ലാതെ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ നമുക്ക് പറ്റില്ല. കരഞ്ഞുകൊണ്ടല്ലാതെ. അച്ഛൻ ഇത് പഠിപ്പിച്ചത് കൊണ്ട് ആർക്കും ഇങ്ങനെ ഒരു ബോധ്യം ഉണ്ടാകുമെന്ന് ഒരു ചിന്ത, ഒരു തെറ്റിദ്ധാരണ അച്ഛനില്ല. നിങ്ങളോട് ഒരു കാര്യം മാത്രമേ അച്ഛൻ ആവശ്യപ്പെടുന്നുള്ളൂ. നിങ്ങളൊന്ന് ആഗ്രഹിക്കണേ. ഈ വിശുദ്ധ കുർബാനയിൽ പൂർണ്ണ മനസ്സോടെ ഒന്ന് പങ്കുചേരാൻ, ഇത് വിശുദ്ധ കുർബാന ശരിക്കും കർത്താവാണെന്ന് തിരിച്ചറിയാനുള്ള കണ്ണു തരാൻ ഒന്ന് ആഗ്രഹിക്കണേ. കർത്താവ് തരും. നീ അങ്ങനെ തിരിച്ചറിഞ്ഞാലേ പറ്റുള്ളൂ. അല്ലാതെ ആര് പഠിപ്പിച്ചാലും പറ്റുകയല്ല. എൻ്റെ പ്രിയമുള്ളവരെ, അച്ഛൻ ഇങ്ങനെ ഈ ഒരു ബോധ്യമൊന്നും ഇല്ലാതിരുന്ന ആളാ. അച്ഛൻ ഇങ്ങനത്തെ ബോധ്യമൊന്നും ഇല്ലാതിരുന്ന ആളാ. തമ്പുരാൻ കർത്താവ് ചില കാര്യങ്ങൾ പഠിപ്പിച്ചത് കൊണ്ട് മാത്രമാണ് ഇതിനെക്കുറിച്ച് മാത്രം അച്ഛൻ പ്രസംഗിക്കുന്നത്. അല്ലാതെ തമാശയൊക്കെ പറഞ്ഞ് പലതിനെക്കുറിച്ചും പ്രസംഗിക്കാൻ പറ്റും അല്ലെ? കുടുംബജീവിതത്തെക്കുറിച്ചൊക്കെ പ്രസംഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ തമാശകൾ, നമുക്ക് ഇഷ്ടംപോലെ എക്സ്പീരിയൻസുകൾ, അല്ലെ, ആളുകൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, തമാശ ഒക്കെ പറയാൻ പറ്റും. പക്ഷെ അച്ഛന് തമ്പുരാൻ കർത്താവ് റെസ്ട്രിക്ട് ചെയ്തേക്കണം. ഇത് മാത്രം പറഞ്ഞാൽ മതി, ഇത് മാത്രം മതി. ഇതിനുള്ള ഒരുക്കമായ വിശുദ്ധ കുമ്പസാരത്തെക്കുറിച്ച് പറയുക, വേറെ ഒന്നുമില്ല. ഇത് മാത്രമേ അച്ഛൻ്റെ നാവിൽ നിന്ന് ഇപ്പോൾ വരുവുള്ളൂ. തമ്പുരാൻ മറ്റൊന്ന് മറിച്ച് പറയുന്നത് വരെയും ഇത് മാത്രമേ അച്ഛനെ കൊണ്ട് പറയിപ്പിക്കുകയുള്ളൂ. എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങളൊന്ന് കാണണേ, ഒന്ന് ആഗ്രഹിക്കണേ. ഇന്ന് നമ്മൾ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയിൽ പൂർണ്ണ മനസ്സോടുകൂടെ നിങ്ങൾ പങ്കുചേരണേ. ഇന്ന് അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയിൽ പൂർണ്ണ മനസ്സോടുകൂടെ നിങ്ങളൊന്ന് വിട്ടുകൊടുത്തേ. അങ്ങനെ വിട്ടുകൊടുത്താൽ എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ അനുഭവിക്കും, നിങ്ങൾക്ക് കൊതിയാവും. ഈ വിശുദ്ധ കുർബാന ശരിക്കും കർത്താവാണെന്ന് തിരിച്ചറിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവൻ ഏറ്റെടുക്കും. ഒരു കാലത്ത് നിങ്ങളെ തള്ളിക്കളയുകയില്ല, ചേർത്ത് പിടിക്കും. ആ ഒരു വലിയ അനുഭവം ഉണ്ടാവും. നിങ്ങളുടെ സങ്കടങ്ങളിൽ അവൻ കൂടെ നിൽക്കും.
വിശുദ്ധ കുർബാന കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്ക് ഇറങ്ങിപ്പോവുകയല്ല, ഒരു വലിയ സൈന്യത്തെ ചുറ്റും നിർത്തി കർത്താവിൻ്റെ കയ്യും പിടിച്ച് ഇറങ്ങിപ്പോവുള്ളൂ. അങ്ങനെ ഒരിക്കലെങ്കിലും ഒന്ന് പോകണ്ടേ? ഈ വിശുദ്ധ കുർബാന സ്ഥാപിക്കാൻ കർത്താവ് ഒത്തിരി സഹിച്ചിട്ടുണ്ട് എൻ്റെ പ്രിയമുള്ളവരെ. ഈ അപ്പമായി നിന്റെ ഉള്ളിലേക്ക് വരാൻ കർത്താവ് ഒത്തിരി സഹിച്ചിട്ടുണ്ട്. നിനക്ക് ചിന്തിക്കാവുന്ന വേദനയല്ല അവൻ സഹിച്ചിട്ടുള്ള വേദന. നിനക്ക് ചിന്തിക്കുന്നതിനെക്കാട്ടിലും അപ്പുറത്ത് നിൽക്കുന്ന ഒരു വേദന കർത്താവ് സഹിച്ചിട്ടാ ഈ അപ്പമായി നിന്റെ മുമ്പിലിരിക്കുന്നത്. സ്നേഹിച്ച് കൊതി തീരാഞ്ഞിട്ടാ അവൻ ഇങ്ങനെ ഒന്നായിത്തീരുക. സ്നേഹിച്ച് കൊതി തീരാഞ്ഞിട്ട്. അത്രയ്ക്കും നിന്നോട് സ്നേഹമാ എൻ്റെ പ്രിയമുള്ളവർ. ഒരു ദൈവത്തിന് മനുഷ്യൻ പിഴച്ചു പോയാൽ അവനെ ഇല്ലാതാക്കിയിട്ട് വേറെ മനുഷ്യനെ സൃഷ്ടിക്കാൻ കഴിവുള്ളവൻ നിനക്ക് വേണ്ടി സ്വർഗം വിട്ടിറങ്ങി വന്ന് ചെകുത്താൻ ഭരിക്കുന്ന ലോകത്തിൽ ചെകുത്താൻ കൊടുത്ത പീഡനങ്ങൾ മുഴുവൻ ഏറ്റെടുത്ത് നിനക്ക് വേണ്ടി മരിച്ച് അനുസരണക്കേട് കാണിക്കാതെ ഈ ലോകം വിട്ടുപോയി നിനക്ക് വേണ്ടി സ്വർഗം തുറന്നു തന്നുവെങ്കിൽ എന്തുമാത്രം നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് നീ മനസ്സിലാക്കണേ. കർത്താവിൻ്റെ വേദന ഇത് മാത്രമാ. കർത്താവ് ഏൽപ്പിച്ച ആരും നഷ്ടപ്പെട്ടു പോവാതെ അവരെ സ്വർഗത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യമെന്ന് കർത്താവ് പറയുക. ഒരാൾ നഷ്ടപ്പെട്ടാൽ അവൻ വേദനിക്കും. ഒരാൾ ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കാതിരുന്നാൽ അവൻ വേദനിക്കും. നീ പലപ്പോഴും അവനെ നാണം കെടുത്തുവെന്ന് അറിയാവുന്നിട്ടും അവൻ നിന്റെ മുമ്പിൽ ഇങ്ങനെ തിരുവോസ്തിയിലായിരിക്കുന്നത് എന്തിനാണെന്നറിയാവോ? നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ഇതല്ലാതെ മറ്റു വഴിയില്ലാത്തത് കൊണ്ടാ. ഈ അപ്പം ഭക്ഷിക്കാതെ നിന്നെ സ്വർഗത്തിൽ എത്തുകയല്ലാത്തത് കൊണ്ടാ. എൻ്റെ പ്രിയമുള്ളവരെ, കർത്താവിനെ സ്നേഹിച്ചുകൊണ്ടായിരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഏറെ സ്നേഹത്തോടുകൂടെ കർത്താവിനോട് നമുക്ക് ചേർന്ന് നിൽക്കാം. ഇവനെ നീ തിരിച്ചറിഞ്ഞാൽ, ഈ തിരുവോസ്തി ജീവിച്ചിരിക്കുന്ന കർത്താവാണെന്ന് തിരിച്ചറിഞ്ഞാൽ ഈ ലോകത്തിൽ വേറൊന്നും നിനക്ക് ആവശ്യമുണ്ടാവുകയില്ല. നീ ആദ്യം അന്വേഷിക്കുന്നത് സ്വർഗരാജ്യമാണെങ്കിൽ ബാക്കിയൊക്കെ നിനക്ക് കൂട്ടിച്ചേർക്കപ്പെടും. കർത്താവ് നിനക്ക് എല്ലാം തരും. നിനക്ക് വേണ്ടി ആത്മാവ് നെടുവീർപ്പോടെ പ്രാർത്ഥിച്ചുകൊള്ളും. ചില അടയാളങ്ങൾ തന്ന് തമ്പുരാൻ അച്ഛനോട് പറഞ്ഞു പഠിപ്പിച്ചത് ഇതാണ്: ഞാൻ ജീവിച്ചിരിക്കുന്ന ക്രിസ്തുവാണ് എന്ന് ആളുകളുടെ മുമ്പിൽ പറയാൻ പറ്റുമോ? ഞാൻ ജീവിച്ചിരിക്കുന്ന ക്രിസ്തുവാണെന്ന് ആളുകളുടെ മുമ്പിൽ പറയാൻ പറ്റുമോ? ഈ അപ്പമായിട്ടിരിക്കുന്നവൻ ജീവനുള്ളതാണെന്ന് പറയാൻ പറ്റുമോ? ജീവനുള്ള ആളാണെന്ന്. നിന്റെ കൂടെ നിൽക്കുന്ന ഒരു മനുഷ്യനെ പോലെ നിന്റെ കൂടെ നിൽക്കുന്ന വികാരങ്ങളും വിചാരങ്ങളും ഒക്കെയുള്ള ഒരു ജീവനുള്ള ആളാണ് ഇതെന്ന് നിനക്ക് ആളുകളുടെ മുമ്പിൽ പറയാൻ പറ്റുമോ എന്ന് കർത്താവ് അച്ഛനോട് ചോദിച്ചു. അന്ന് മുതൽ അച്ഛൻ അതിനെക്കുറിച്ചാണ്, അതിനുള്ള അനുഭവങ്ങൾ മാത്രമാണ് അച്ഛന് തന്നിരിക്കുക. ഒത്തിരിയേറെ ആളുകൾ ദിവികാരുണ്യ അഭിഷേക ധ്യാനം കഴിഞ്ഞ് ആരാധനയുടെ സമയത്തൊക്കെ കർത്താവിനെ കണ്ടു എന്ന് പറയുന്നു, കർത്താവ് തൊട്ടു എന്ന് പറയുന്നു. ആദ്യ കാലഘട്ടത്തിലൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞാൽ ഇവർക്ക് വട്ടാം. കർത്താവ് തൊട്ടു, കർത്താവ് അടുത്തൂടെ പോയി, അത് ധ്യാനത്തിൻ്റെ ആ സൗണ്ട് ഇഫക്റ്റിൻ്റെ ഒക്കെ ഏതാണ്ടൊക്കെ ആയിരിക്കും എന്നൊക്കെയാണ് ഞാൻ ഒരു കാലഘട്ടം വരെയും മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇത് ജീവനുള്ള കർത്താവാണെന്നും നീ ആഗ്രഹിച്ചാൽ, നീ കാണാൻ ആഗ്രഹിച്ചാൽ നിന്റെ വീട്ടിൽ വന്ന് താമസിക്കുന്ന കർത്താവാണെന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതിനുള്ള അനുഭവങ്ങൾ തമ്പുരാൻ കർത്താവ് അച്ഛന് തന്നതുകൊണ്ടാണ് ഇങ്ങനെ അച്ഛൻ പറയുക. നിങ്ങൾ ഇത് ജീവിച്ചിരിക്കുന്ന കർത്താവാണോ, ശരിക്കും മാംസം രക്തം തന്നെയാണോ എന്ന് ശാസ്ത്രീയമായിട്ട് പഠിച്ചറിഞ്ഞിട്ടുള്ള ആളുകളുടെ വലിയ ലിസ്റ്റും വലിയ കാര്യങ്ങളും ദിവികാരുണ്യ അത്ഭുതങ്ങൾ എന്ന രീതിയിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. അത് ശാസ്ത്രപരമായിട്ട് അറിയുന്ന കാര്യങ്ങൾ, ശാസ്ത്രീയമായി തന്നെ തെളിയിക്കപ്പെട്ട, കർത്താവ് തെളിയിച്ചു തന്ന അനുഭവങ്ങൾ. ചില സ്ഥലങ്ങളിലൊക്കെ വിശുദ്ധ കുർബാനയാകുന്ന ഈ അപ്പം ആരാധനയുടെ സമയത്തുമൊക്കെ അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയുടെ സമയത്തുമൊക്കെ പെട്ടെന്ന് മാംസവും രക്തവും ഒക്കെ ആയിട്ട് മാറുന്നു. അത് വേറെ ഒരു തരത്തിലുള്ള സൂക്ഷിക്കാനുള്ള സാധനങ്ങൾ ഉപയോഗിക്കാതെ ഇന്നും അതേപോലെ തന്നെ ഇരിക്കുന്നു, ഒരു മാറ്റവും വരാതെ ഇരിക്കുന്നു. ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ അച്ഛൻ ഒന്ന് നോക്കട്ടെ. ലൈവിൻ്റെ കൂട്ടത്തിൽ വീഡിയോ കൂടെ ചെയ്യാനായിട്ട് പറ്റുമെങ്കിൽ ആ ലൈവ് ചെയ്യുന്ന സമയത്ത്, ലൈവിൻ്റെ അവസാന സമയത്തേക്ക് അതിനകത്ത് ആഡ് ചെയ്യാനായിട്ട് പറ്റുമെങ്കിൽ അച്ഛനത് ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. വീഡിയോ കൂടെ ആഡ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ ഇതിൻ്റെ കൂട്ടത്തിലുണ്ടെങ്കിൽ അച്ഛൻ ചോദിച്ചില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ആഡ് ചെയ്യാം. ഒറ്റ ഉദാഹരണമെങ്കിലും നമുക്കൊന്ന് കാണാനാണ്. ശാസ്ത്രീയമായി ഇത് ജീവിച്ചിരിക്കുന്ന കർത്താവാണെന്ന് ലോകത്തിലെ വലിയ ശാസ്ത്രത്തിലെ ലാബുകളിൽ ടെസ്റ്റ് ചെയ്തിട്ടുള്ള വിവരങ്ങൾ, അവർ തന്നെ പുറത്തുവിട്ടിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും. പക്ഷേ വിശ്വാസത്തിന്റെ കണ്ണിലൂടെ ഇത് തമ്പുരാൻ കർത്താവാണെന്ന് നീ തിരിച്ചറിയണോ?
ഇത് തിരിച്ചറിയണോ? അവൻ വിചാരിച്ചാലല്ലാതെ പറ്റില്ല. അതാണ് എൻ്റെ കാര്യം. കർത്താവ് ശാസ്ത്രീയമായി നമുക്ക് തെളിയിക്കാൻ പറ്റും, അതിനുള്ള കാര്യങ്ങൾ കർത്താവ് തന്നെ തെളിയിച്ചിട്ടുണ്ട്. പക്ഷെ വിശ്വാസത്തിന്റെ കണ്ണിലൂടെ നിനക്ക് ഈ തിരുവോസ്തിയിൽ വാഴുന്നവൻ ജീവിച്ചിരിക്കുന്ന, നിനക്ക് വേണ്ടി പിടഞ്ഞു മരിച്ച കർത്താവാണെന്ന് തിരിച്ചറിയാൻ പറ്റണമെങ്കിൽ അതിനൊരൊറ്റ വഴിയേ ഉള്ളൂ, പിതാവായ ദൈവം തിരുമനസ്സാകണം, അല്ലാതെ മറ്റൊരു വഴിയില്ല. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം മുഴുവൻ കർത്താവ് വിശുദ്ധ കുർബാനയെക്കുറിച്ച്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം, കേട്ടോണം, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം, അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം മുഴുവൻ. ഇത് ആരെയാണെന്നറിയോ പഠിപ്പിക്കുന്നത്? കർത്താവിനെ അന്വേഷിച്ച് കഷ്ടപ്പെട്ട് വന്ന ആളുകളോടാണ് ഇത് കർത്താവ് ഇത് പറയുക. അതിന് തൊട്ട് മുമ്പിലത്തെ ഭാഗം ഇതാണ്. കർത്താവ് 5 അപ്പവും 2 മീനും ഇങ്ങനെ വിഭജിച്ചു കൊടുക്കുകയാണ്. 5 അപ്പവും 2 മീനും വിഭജിച്ചു കൊടുക്കുന്നു. അതെല്ലാവരും കണ്ട് തൃപ്തിപ്പെട്ടു. ഇതെല്ലാവരും കണ്ട് തൃപ്തിപ്പെട്ടു. അപ്പോൾ നിങ്ങൾ ഓർത്തോണം, രാവിലെ മുതൽ വൈകുന്നേരം വരെ കർത്താവിൻ്റെ കൂടെ നടക്കുന്ന ആളുകളാണ് ഇവര്. അപ്പോൾ അവര് വിശക്കുന്നുണ്ട് എന്ന് കർത്താവ് തോന്നിയിട്ട് കർത്താവ് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്താണ് അവർക്ക് വേണ്ടി ഭക്ഷണമൊക്കെ കൊടുക്കുന്നത്. അത്രയും സമയം അവർ വിട്ടുപോകുന്നില്ല. അത്രയും തീക്ഷ്ണതയോടെ കർത്താവിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങളും അവൻ കാണിക്കുന്ന അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ കാണാൻ വേണ്ടി ദാഹിച്ചിരിക്കുന്ന ആളുകൾ. അവരുടെ ഇടയിൽ നിന്ന് കർത്താവ് ഒരു കുരുട്ടുബുദ്ധി ഉപയോഗിക്കുകയാണ്. കുരുട്ടുബുദ്ധി ഉപയോഗിച്ച് അവിടുന്ന് പിൻവാങ്ങുകയാണ്. എങ്ങനെയാണെന്നറിയാവോ? സ്ലീഹന്മാരോട് പറയുകയാണ്, നിങ്ങൾ അക്കരയ്ക്ക് പൊക്കോ, നിങ്ങൾ ബോട്ടേ കയറി അക്കരയ്ക്ക് പൊക്കോ, വഞ്ചിയിൽ അക്കരയ്ക്ക് പൊക്കോ, ഞാൻ വന്നേക്കാം. കർത്താവ് അതുവഴിയൊക്കെ നടന്നിട്ട് അവസാനം ഇവർ കണ്ടില്ല, അല്ലെങ്കിൽ ഇവർ ഉറങ്ങിയെന്ന് തോന്നിയപ്പോഴാകാം കടലിന് മീതെ കൂടെ നടന്ന്, കാരണം കർത്താവ് ഇവരുടെ കൂടെ പോവുകയാണെങ്കിൽ കർത്താവും പോയെന്നറിഞ്ഞ് ഇവരും പുറകെ വരുമല്ലോ, അത് വരാതിരിക്കാൻ കർത്താവ് കടലിന് മീതെ കൂടെ നടന്ന് ഇവരുടെ അടുത്തെത്തി. അവരക്കരയ്ക്ക് പോയി. അവിടെ മറ്റു വള്ളങ്ങളൊന്നും ഇല്ലായിരുന്നു. ഈ മനുഷ്യർ ചെയ്ത പ്രവൃത്തി നോക്കണം. പിറ്റേ ദിവസമായപ്പോ കർത്താവ് പോയി എന്നറിഞ്ഞിട്ട് ഇവര് കരയെ കൂടെ ഓടി ഇക്കരയ്ക്ക് വന്ന ജനത്തോടാണ് കർത്താവ് ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ് എന്ന് പറയുന്നത്. പറഞ്ഞു തുടങ്ങുമ്പോൾ അവർ കർത്താവിനോട് ചോദിക്കുന്ന കാര്യം, കർത്താവെ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഈ അപ്പം എപ്പോഴും തരണേ. അവർ തലേദിവസം കഴിച്ച ഫുഡ് പോലെയാണെന്നാണ് അവർ വിചാരിച്ച്. കർത്താവ് ഈ അപ്പം എപ്പോഴും തരണേ. കർത്താവ് പറഞ്ഞത് ഇത് എപ്പോഴും ഒന്നും വേണ്ട, എപ്പോഴും ഒന്നും തരേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ അടുത്തേക്ക് വരുന്നവന് പിന്നെ ഈ ലോകത്തിൻ്റെതായിട്ടുള്ള ഒരു ദാഹവും ഉണ്ടാവുകയില്ല, ലോകത്തിൻ്റെതായിട്ടുള്ള ഒരു വിശപ്പും ഉണ്ടാവുകയില്ല. അവന് പിന്നെ ഒരൊറ്റ ദാഹവും ഒറ്റ വിശപ്പും ഉള്ളു, ഇതിന് വേണ്ടിയിട്ടുള്ള ദാഹം. നിങ്ങൾക്കറിയാമോ എൻ്റെ പ്രിയമുള്ളവരെ, വിശുദ്ധ കുർബാന മാത്രം സ്വീകരിച്ച് ജീവിച്ച ആളുകളുണ്ട്. വേറെ ഒരു ഭക്ഷണവും കഴിക്കാതെ വർഷങ്ങളോളം വിശുദ്ധ കുർബാനയാകുന്ന അപ്പം മാത്രം സ്വീകരിച്ച്, ദിവസത്തിൽ ഒരു പ്രാവശ്യം വിശുദ്ധ കുർബാനയാകുന്ന അപ്പം മാത്രം സ്വീകരിച്ച് മരിച്ച വിശുദ്ധരുണ്ട്. വർഷങ്ങളോളം അങ്ങനെ ജീവിച്ചവർ. അവർക്ക് വലിയ ദാഹമാണ്. വേറെ ഒന്നിനെക്കുറിച്ച് അവർക്ക് ദാഹമില്ല, വേറെ ഒന്നിനെക്കുറിച്ചും അവർക്കൊരു ആഗ്രഹം പോലും ഇല്ല, ഒരു ദാഹമില്ല, ഒരു വിശപ്പില്ല. ഇത് മാത്രം മതി അവർക്ക്. വിശുദ്ധ കുർബാനയിൽ കെട്ടിയിടപ്പെട്ട ജീവിതം, സത്യമായും ഇത് ജീവിച്ചിരിക്കുന്ന കർത്താവാണെന്ന് വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് ജീവിച്ച ഒത്തിരിയേറെ ആളുകളുടെ ചരിത്രം നമുക്ക് വായിക്കാനായിട്ട് പറ്റും. എൻ്റെ പ്രിയമുള്ളവരെ, ഇത് ജീവനുള്ള കർത്താവാണെന്ന് വിശ്വസിക്കണം. നീ ചോദിച്ചാൽ നിനക്ക് ഉത്തരം തരുന്ന കർത്താവാണ് ഇതെന്ന് നിനക്ക് ബോധ്യമുണ്ടാവണം. നീ ചോദിച്ചാൽ നിനക്ക് ഉത്തരം തരുന്ന കർത്താവാണ്. അച്ഛൻ്റെ ഒരു അനുഭവം അച്ഛൻ പറയാം. ഇന്ന് വരെയുള്ള എൻ്റെ ജീവിതത്തിൽ അച്ഛൻ ഈ തിരിച്ചറിവ് ലഭിച്ചതിന് ശേഷം ഇന്ന് വരെയുള്ള ഒരു കാര്യത്തിൽ അച്ഛനോട് ആര് എന്ത് നിയോഗം പറഞ്ഞാലും അച്ഛൻ സമർപ്പിക്കുന്നത് വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴാണ്. വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ കർത്താവ് തള്ളിക്കളയുകയല്ല ഒരാവശ്യം. അത് എത്ര നടക്കാത്ത കാര്യമാണെങ്കിലും അവൻ തള്ളിക്കളയുകയല്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. കർത്താവ് നൽകുന്ന വാഗ്ദാനമാണ് ഈ ഒരു കാര്യം. എൻ്റെ അടുക്കൽ വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, ദാഹിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കർത്താവ് പറയുകയാണ്, പിതാവ് എനിക്ക് നൽകുന്നവരൊക്കെ എൻ്റെ അടുത്ത് വരും, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. ഈ വിശുദ്ധ കുർബാനയുടെ സമയത്ത് നീ പ്രാർത്ഥിച്ചോ, നിന്നെ കർത്താവ് തള്ളിക്കളയുകയില്ല. കർത്താവ് ഇതൊക്കെ പറഞ്ഞു പഠിപ്പിച്ചപ്പോൾ ഈ കൂടെ നിന്ന ആൾക്കാർക്കൊക്കെ ഇഷ്ടമായിരുന്നു. പക്ഷെ അത് അവസാനമായപ്പോൾ കർത്താവ് പറഞ്ഞു, ഈ പറയുന്ന ഞാനെന്ന് പറയുന്ന ആളുണ്ടല്ലോ, ഞാൻ എൻ്റെ ശരീരവും രക്തവും നിങ്ങൾക്ക് മുറിച്ചു തരും. അതാണ് നിങ്ങൾ ഭക്ഷിക്കേണ്ടത്. ഈ കുറച്ചങ്ങോട്ട് മാറിക്കഴിയുമ്പോൾ ഈ കൂടെ നിന്നിരുന്ന പാർട്ടികളെല്ലാം കൂടെ ഒരൊറ്റ പോക്കാണ്.
ഒറ്റ പോക്ക്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 66-ാം വാക്യം ഇപ്രകാരം എഴുതി വെച്ചിരിക്കുകയാണ്: ഇതിനു ശേഷം അവന്റെ ശിഷ്യന്മാരിൽ വളരെ പേർ അവനെ വിട്ടുപോയി, അവർ പിന്നീട് ഒരിക്കലും അവന്റെ കൂടെ നടന്നില്ല. നിങ്ങളൊന്ന് ഓർത്തേ, കർത്താവിന്റെ വാക്ക് കേൾക്കാനും അവൻ കാണിക്കുന്ന അടയാളങ്ങൾ കാണാനും വേണ്ടി ദിവസങ്ങളോളം കർത്താവിന്റെ പുറകെ നടന്ന ആൾക്കാരാണെന്ന് ഓർത്തോണം. കർത്താവ് ഇത് പറഞ്ഞ് പഠിപ്പിച്ചപ്പോൾ, ഞാൻ എൻ്റെ ശരീരവും രക്തവും നിങ്ങൾക്ക് മുറിച്ച് തരാൻ പോവുകയാണ്, ഇത് ഭക്ഷിച്ചെങ്കിലേ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ അവിടെ നിന്നിരുന്ന ഒരു ഭൂരിപക്ഷം പേരും അവർ പിരിഞ്ഞു പോവുകയാണ്. പിന്നീട് ഒരിക്കലും, ബൈബിള് പറയാണ്, പിന്നീട് ഒരിക്കലും അവർ അവനെ അനുഗമിച്ചില്ല. കർത്താവ് എന്ന് പറഞ്ഞ വാടാ മക്കളെ ഞാൻ ഇത്തിരി സോഫ്റ്റ് ആക്കി പറയാം എന്നൊന്നും പറഞ്ഞില്ല. കർത്താവ് പറഞ്ഞ കാര്യം എന്താണെന്നറിയാവോ? ഇതാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെട്ടിട്ടല്ലാതെ ഒരുത്തനും എൻ്റെ അടുക്കിലേക്ക് വരാൻ പറ്റില്ല. വിശുദ്ധ കുർബാനയ്ക്ക് നിനക്ക് എല്ലായിടത്തോട്ടും പോകുന്നതിൽ പോകാൻ പറ്റുമല്ല. ധ്യാന കേന്ദ്രത്തിൽ നിനക്ക് പോകാം, ധ്യാനിക്കാൻ പോകാം, എല്ലാം ശരിയാണ്. പക്ഷെ വിശുദ്ധ കുർബാനയ്ക്ക് തീക്ഷ്ണതയോടെ നിനക്ക് അണയാനായിട്ട് പറ്റണോ? പിതാവിന്റെ ആകർഷണ വലയത്തിനുള്ളിൽ നിൽക്കണം. അല്ലെങ്കിൽ ഇതുപോലെ ബോറൻ പരിപാടി വേറെ ഇല്ലാന്ന് പറഞ്ഞ് നീ ഇട്ടേച്ചു പോകും. ഇത് നിനക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിതാവ് നിന്നെ ആകർഷിച്ചാലല്ലാതെ വിശുദ്ധ കുർബാനയിലേക്ക് മാത്രം അടുക്കാൻ പറ്റുകയില്ല. കർത്താവ് ബാക്കിയുള്ളവരെ തിരിച്ചു വിളിക്കാനോ ഒന്നും പോയിട്ടില്ല. കൂടെ അത് കഴിഞ്ഞിട്ട് കൂടെ നിന്നിരുന്നമാരോട് കർത്താവ് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് പോണോ? പത്രോസ് പറയും, നിത്യജീവന്റെ വചനം നിന്റെ പക്കലുണ്ടല്ലോ, ഞങ്ങൾ എങ്ങോട്ട് പോകാനാ? അവർ മാത്രമേ പിന്നെ അവിടെ ഉള്ളൂ. വളരെ ആഗ്രഹിച്ചും ദാഹിച്ചും ഒക്കെ വചനം കേൾക്കാനും ഒക്കെ ആയിട്ട് വന്ന ആൾക്കാരാ. പക്ഷെ വിശുദ്ധ കുർബാനയെ കുറിച്ച് പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ ഒന്നും ഗ്രഹിക്കാൻ പറ്റിയില്ല. അവരിട്ടേച്ച് പോയി. പിന്നീട് ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്തതുപോലെ അവരിട്ടേച്ച് പോയി. എൻ്റെ പ്രിയമുള്ളവരെ, ഈ വിശുദ്ധ കുർബാനയിലേക്ക് ആകർഷിക്കപ്പെടണമെങ്കിൽ വെറുതെ ഒന്നും നടക്കുകയില്ല. അത് ആഗ്രഹിക്കണം. ആഗ്രഹിച്ച് കർത്താവിന്റെ അടുക്കലേക്ക് ചേർന്ന് നിന്നാൽ കർത്താവ് അവന്റെ ആകർഷണ വലയത്തിൽപ്പെടുത്തി നിന്നെ അങ്ങോട്ട് ചേർക്കും. നിന്റെ ആഗ്രഹം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. സക്കേവൂസിന്റെ ഒക്കെ സംഭവം എന്ന് പറയും. കർത്താവിന്റെ സ്വഭാവം എന്താണെന്നറിയാവോ? നീ ഒരു സ്റ്റെപ്പ് അങ്ങോട്ട് വെച്ചാൽ 4 സ്റ്റെപ്പ് കർത്താവ് ഇങ്ങോട്ട് വെക്കും. അതാണ് കർത്താവിന്റെ സ്വഭാവം. ഒരു സ്റ്റെപ്പ് നീ അങ്ങോട്ട് വെച്ചാൽ കർത്താവ് 4 സ്റ്റെപ്പാണ് ഇങ്ങോട്ട് വെക്കുന്നത്. ഒന്നിനൊന്നല്ല, 4 തിരിച്ചിങ്ങോട്ട് വെക്കും. സക്കേവൂസിന്റെ ഒക്കെ സംഭവം നമുക്കറിയാം. സക്കേവൂസ് വെറുതെ ഒന്ന് കാണാൻ ആഗ്രഹിച്ചേ ഉള്ളൂ. കർത്താവിന്റെ വീട്ടിൽ പോയി പുറത്തു. കർത്താവിന്റെ വീട്ടിൽ പോയി അവനെ വിളിച്ച് താഴെ ഇറക്കിയിട്ട് പറഞ്ഞു, ഞാൻ നിന്റെ വീട്ടിൽ താമസിക്കാൻ വരിക, അങ്ങോട്ട് പോയേക്കുക. എൻ്റെ പ്രിയമുള്ളവരെ, ഞാനിപ്പോ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ ഓർക്കുകയാണ്, അയ്യോ എന്നെ പിതാവ് ആകർഷിക്കാത്തത് കൊണ്ടായിരിക്കും ഞാൻ കുർബാനയ്ക്ക് വരാത്തത്. പിതാവ് ആകർഷിക്കണമെങ്കിൽ അതിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് നീ ആഗ്രഹിക്കണം എന്നുള്ളതാ. നീ ആഗ്രഹിക്കണം. ഈ വിശുദ്ധ കുർബാന ശരിക്കും കർത്താവാണെന്ന് തിരിച്ചറിയണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? നീ ഒന്ന് ആഗ്രഹിച്ച് കർത്താവ് തിരിച്ചറിവ് തരും. അല്ലാതെ എത്ര വലിയ ബുദ്ധിയുള്ളവനും ഇത് തിരിച്ചറിയാൻ പറ്റുകയില്ല. ബാക്കി എല്ലാവർക്കും ഇതൊരു ഇടർച്ചയ്ക്ക് കാരണമാണ്. വിശുദ്ധ കുർബാന ഒരച്ഛൻ, വെറുതെ സാധാരണക്കാരനായ ഒരു അച്ഛൻ, നമ്മുടെയൊക്കെ നാട്ടിൽ തൊട്ടടുത്ത വീട്ടിലെ ഒരു ചെറുക്കൻ, അവനൊരു സുപ്രഭാതത്തിൽ വിളിയാന്നും പറഞ്ഞൊരു പോക്ക് 12 കൊല്ലം കഴിഞ്ഞ് അച്ഛനായിട്ട് തിരിച്ചു വരുന്നു. അവൻ നമ്മൾ എടുത്തോണ്ട് നടന്ന ചെറുക്കൻ ഒരു സുപ്രഭാതത്തില് കുറച്ച് പ്രാർത്ഥനയൊക്കെ ചൊല്ലി കഴിയുമ്പോൾ ഒരപ്പ ഈശോയായിട്ട് മാറുമെന്ന്. എൻ്റെ പ്രിയമുള്ളവരെ, ഇതാണ് ഒരു വലിയ അത്ഭുതം എന്ന് പറയുക. ഇതാണ് അത്ഭുതം. ഈ അത്ഭുതം കാണാൻ, ഈ അത്ഭുതം നമുക്കൊരിക്കലും ബുദ്ധി കൊണ്ട് വിവേചിച്ചറിയാനായിട്ട് പറ്റുകയില്ല. അത് കാണണമെങ്കിൽ കർത്താവ് കണ്ണ് തുറന്നു തരണം. നിങ്ങളൊന്ന് ഓർത്തോണം, എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ പോവാണ്. അവരുടെ കൂടെ ഈശോ നടക്കുകയാണ്. 3 കൊല്ലക്കാലം അവർ കണ്ടിട്ടുള്ള ഈശോ അവരുടെ കൂടെ നടക്കുകയാണ്. വചനമൊക്കെ പറയുന്നുണ്ട്. പഴയ ശൈലിയിൽ തന്നെയാണ് പറയുന്നത്. കർത്താവ് അവരെ നേരത്തെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന അതേ ശൈലിയിൽ തന്നെയാണ് വചനം പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ വസിക്കണേ. അവിടെ വെച്ച് കർത്താവ് അപ്പം മുറിച്ച് കൊടുത്തു. എന്നിട്ട് ഒരു കാര്യം കൂടെ ചെയ്തു, അവരുടെ കണ്ണ് തുറന്നു കൊടുത്തു. നമ്മൾ വിചാരിക്കുന്ന പോലല്ല, കർത്താവ് കണ്ണ് തുറന്നു കൊടുത്താലേ ഇത് തിരിച്ചറിയാൻ പറ്റുള്ളൂ. ജീവനുള്ള കർത്താവാണെന്ന് തിരിച്ചറിയണമെങ്കിൽ കർത്താവ് കണ്ണ് തുറന്നു കൊടുക്കണം. കർത്താവ് കണ്ണ് തുറന്നു കൊടുത്ത ആളുകളുണ്ടല്ലോ, ഞാൻ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുകയില്ല.
ബാക്കിയുള്ളവർക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുമല്ല. കാരണം നമുക്കത് വിശദീകരിച്ച് കൊടുക്കാനും പറ്റുമല്ല. കർത്താവിനെ ഈ തിരുവോസ്തിയിൽ കണ്ട ഒരാള് അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ നോക്കിയാൽ അവനെ നാക്കുകൊണ്ട് വിശദീകരിക്കാൻ പറ്റുമല്ല. അതാണ് അനുഭവം. മോശയുടെ സംഭവം നമുക്കറിയാമല്ലോ. മോശ ഈ കർത്താവിനോടൊക്കെ സംസാരിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ട് മോശ താഴേക്ക് ഇറങ്ങി വരികയാണ്. മോശ കർത്താവിനോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ മോശയ്ക്ക് തന്നെ ഒരു പേടി. താഴെ നിൽക്കുന്ന പാർട്ടികളൊക്കെ ഇച്ചിരി വിളഞ്ഞ പാർട്ടികളാണ്. അവർ നമ്മളെല്ലാം പറഞ്ഞാലൊന്നും അതേപോലെ തൊണ്ട തൊടാതെ വിഴുങ്ങൊന്നുമില്ല. അപ്പം മോശ കർത്താവിനോട് ചോദിക്കും, കർത്താവേ, കാര്യമൊക്കെ ശരിയാണ്, നമ്മൾ തമ്മിലുള്ള സംസാരമൊക്കെയാണ് ശരിയാണ്, പക്ഷേ അങ്ങോട്ട് താഴോട്ട് ചെല്ലുന്നവന്മാർ വിശ്വസിക്കണമല്ലോ, അതുകൊണ്ട് നിന്റെ ഷെയ്പ്പ് എന്താണെന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാം, നിന്നെ എനിക്കൊന്ന് കാണണം. മോശ പറയാണ്, ദൈവമേ, നിന്നെ എനിക്കൊന്ന് കാണണം. മോശയോട് കർത്താവ് പറയും, എൻ്റെ പൊന്നു മോശ, നീ ചോദിക്കുന്നത് എന്നാ നിനക്കറിയാവോ? നിന്റെ കണ്ണുകൊണ്ട് നീ എന്നെ കണ്ടാൽ അപ്പോഴെ നീ മരിച്ചു പോകും. നിന്റെ നേത്രങ്ങൾ കൊണ്ട് നീ എന്നെ കണ്ടാൽ നിന്റെ കണ്ണിനോ നിന്റെ ശരീരത്തിനോ താങ്ങാൻ പറ്റുകയില്ല, നീ അപ്പോഴേ മരിച്ചു പോകും. എന്നിട്ട് മോശയോട് കർത്താവ് പറയാണ്, ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ നിന്നെ ഒരു മലയിടുക്കിൽ കൊണ്ടുപോയി നിർത്താം, എന്നിട്ട് ഞാൻ കൈകൊണ്ട് നിന്റെ മുഖം മറച്ചു പിടിക്കും, ഞാനങ്ങ് ദൂരേക്ക് മാറിക്കഴിയുമ്പോൾ എൻ്റെ പിൻഭാഗം നീ ഒന്ന് കണ്ടു. എന്ത് രസമല്ലേ? നിങ്ങളൊന്ന് സ്വപ്നം കണ്ടു നോക്കണം. ഞാൻ ഈ ബൈബിളൊക്കെ വായിക്കുമ്പോൾ ചില സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്നൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കും, നല്ല രസമാണ്. മോശയെ കർത്താവ് പൊക്കിയെടുത്ത് ഒരു മലയുടെ ഇടുക്കി കൊണ്ടുപോയി നിർത്തി. ഇങ്ങനെ കണ്ണൊക്കെ മാത്രം പുറത്തു വരുന്ന രീതിയിലായിരിക്കും. മലയുടെ ഇടുക്കി കൊണ്ടുപോയി നിർത്തിയിട്ട് കർത്താവ് മറച്ചു പിടിച്ചിട്ട് അങ്ങ് ദൂരെ മാറിയപ്പോൾ ഒന്ന് തുറന്നു കൊടുത്തു. ഒരു സെക്കൻഡിന്റെ അംശമേ തുറക്കാൻ പറ്റുള്ളൂ. കണ്ണ് തുറക്കാൻ പറ്റില്ല. ഭയങ്കര ഒരു പ്രകാശമായിരുന്നു. അതും കണ്ടിട്ട് മോശ താഴോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ആളുകളെല്ലാം കൂടെ ഭയങ്കര ബഹളം. ആളുകൾ മോശയോട് പറയും, എൻ്റെ മോശ, നീ നിന്റെ മുഖം എന്തെങ്കിലും കൊണ്ടൊന്ന് മറച്ചേ, ഞങ്ങൾക്ക് നോക്കാൻ പറ്റുന്നില്ല, ഭയങ്കര പ്രകാശമാണ്, നോക്കാൻ പറ്റുന്നില്ല. ഇത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ദൈവത്തെ കാണുക എന്ന് പറയുന്ന അവസരം. നീ ഒന്ന് ആഗ്രഹിച്ചാൽ മതി, തമ്പുരാൻ കർത്താവ് നിന്റെ മുമ്പിൽ വരും. എനിക്ക് എൻ്റെ കർത്താവിനെ കാണണമെന്ന് വാശി പിടിച്ച ആളാണ് തോമാസ് ലീഹ. അവന്റെ മുമ്പിൽ കർത്താവ് ചെന്ന് നിന്നു കൊടുത്തു. ദേ കണ്ടോ, എന്നെ വേണ തൊട്ടോ, അതാ കർത്താവ് പറയാൻ. കാണണമെന്ന് ആഗ്രഹിച്ചവനെ വിളിച്ചു വരുത്തിയിട്ട് അവന്റെ വിലാവിൽ തൊടിയിപ്പിച്ചിട്ട് പറയാ, ദേടാ, ഇത് ഞാൻ തന്നെയാ. അതാ കർത്താവിന്റെ സ്വഭാവം. നീ ആഗ്രഹിച്ചാൽ, നീ ഒരു സ്റ്റെപ്പ് വെച്ച് ആഗ്രഹിച്ചാൽ നിന്റെ അടുത്തേക്ക് 4 സ്റ്റെപ്പുമായിട്ട് അവൻ വരും. വന്നാൽ അവൻ നിന്നെ ഒരിക്കലും തള്ളിക്കളയുകയല്ല. നീ ഇത് കർത്താവിനെ തിരിച്ചറിഞ്ഞാൽ എൻ്റെ പ്രിയമുള്ളവരെ, അട്ടിപ്പേറായിട്ട് നീ ഇതിന് മുമ്പിൽ കിടക്കും. നീ കർത്താവിന്റെ മുമ്പിൽ അടയിരിക്കും. നീ ചോദിക്കുന്നതൊക്കെ അവൻ നിനക്ക് തരും. കർത്താവ് ഒത്തിരി സാമീപ്യം ആഗ്രഹിക്കുന്ന ആളാണ്. മനുഷ്യന്റെ സാമീപ്യം കർത്താവിന് ആഗ്രഹമുണ്ട്. അബ്രാഹത്തിൻ്റെയൊക്കെ സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അബ്രാഹത്തെ ദൈവം സന്ദർശിക്കുകയാണ്. വന്ന് സന്ദർശിക്കുകയാണ്. അവൻ അരുളപ്പാടുകൾ കൊടുക്കുന്നു. താൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ വരെ അവനോട് പോയി പറയുക. എന്നിട്ട് അവൻ പറയുന്നതിനനുസരിച്ച് തീരുമാനങ്ങൾ മാറ്റുകയാണ്. എന്തൊരു അവസ്ഥയാണെന്ന് ഓർത്തോളാം. നിങ്ങളൊന്ന് ഓർത്ത്, അബ്രാഹത്തോട് ദൈവം പറയുകയാണ്, ലോത്ത് താമസിക്കുന്ന നഗരമുണ്ടല്ലോ, അത് മുഴുവൻ നശിപ്പിക്കപ്പെടാൻ പോവാണ്. തീയും ഗന്ധകവും ഇറങ്ങി അത് മൊത്തം നശിപ്പിക്കപ്പെടും. ഉടനെ അവിടെ ഇരുന്നുകൊണ്ട് അബ്രാഹം ചോദിക്കും, ദൈവമേ, അവിടെ ഒരു 50 നീതിമാന്മാരുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ രക്ഷപ്പെടുത്താവോ? ദൈവം തീരുമാനം മാറ്റുക. ശരി, 50 പേരുണ്ടെങ്കിൽ, നീ പറഞ്ഞതല്ലേ 50 പേരുണ്ടെങ്കിൽ മാറ്റിയേക്കാം. ഉടനെ വീണ്ടും പെട്ടെന്നങ്ങ് സമ്മതിച്ചപ്പോൾ അബ്രാഹത്തിനൊരു സംശയം, 50 പേരില്ലെങ്കിലോ? കർത്താവേ, അതൊരു 45 പേരായ കുഴപ്പമുണ്ടോ? കർത്താവ് പറയാണ് 45 പേരായാലും ഓക്കെ. വീണ്ടും അത് 30 10 5 വരെ പോവുകയാണ്. ഇത് തങ്ങ് തിരുത്തി കർത്താവ് തീരുമാനം മാറ്റിക്കൊണ്ടിരിക്കുക. കർത്താവിനെ കണ്ട ആള് അല്ലെങ്കിൽ കർത്താവിനോട് ചേർന്നിരിക്കുന്നവനെ സംബന്ധിച്ചുള്ള അവന്റെ പ്രാർത്ഥന കർത്താവിന്റെ ചെകിട്ടില. അതിനനുസരിച്ച് അവൻ അതിന്റെ തീരുമാനങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കും. എൻ്റെ പ്രിയമുള്ളവരെ, വിശുദ്ധരായിട്ടുള്ള ആളുകൾക്കൊക്കെ ദൈവം അരുളപ്പാടുകൾ കൊടുക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ കാലഘട്ടത്തിലുമുണ്ട് ഒത്തിരിയേറെ ആളുകൾക്ക് കർത്താവ് അരുളപ്പാടുകൾ കൊടുക്കുന്നത്. അതൊക്കെ പലപ്പോഴും നമുക്ക് ഈ ഒരു കാഴ്ചയില്ല എങ്കിൽ, ഈ കണ്ണ് തുറക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ നമുക്കതൊക്കെ ഭയങ്കര മണ്ടത്തരങ്ങളാണ്. നമ്മളിതെല്ലാം ഇട്ടേച്ച് മാറും. പിന്നീട് ഒരിക്കലും ചേർന്നിരിക്കാൻ പറ്റും. ഈ വചനം കഠിനമാണ് എന്ന് പറഞ്ഞ് നമ്മൾ മാറിപ്പോവുക. ഒരു മുന്നറിയിപ്പുകളും നമുക്ക് ബാധിക്കാവില്ല. ഒരു മുന്നറിയിപ്പുകളും നമ്മളെ ബാധിക്കാത്ത രീതിയിൽ നമ്മളങ്ങ് മുന്നോട്ട് പോകുക. എന്നിട്ട് നമ്മൾ പോയി ചാടുന്നതോ അപകടത്തിൽ നിന്ന് വീണ്ടും അപകടത്തിലേക്ക്.
എൻ്റെ പ്രിയമുള്ളവരെ, കണ്ണ് തുറന്ന് ഈശോയെ കാണാനായിട്ട് പറ്റണം. ഈ തിരുവോസ്തിയിൽ വസിക്കുന്നത് കർത്താവാണെന്ന് തിരിച്ചറിയാനായിട്ട് പറ്റണം. നമുക്കിതിനെക്കുറിച്ച് വലിയ ബോധമൊന്നുമില്ല. എന്നും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന, വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ഈ അച്ഛന് പോലും ഇതിനെക്കുറിച്ച് നല്ല ബോധമില്ല. പക്ഷേ മറ്റു പലർക്കും ഇതിനെക്കുറിച്ച് നല്ല ബോധമാണ്. മറ്റു പലർക്കും. അച്ഛൻ ഇന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഇന്നും ലോകത്തിന്റെ മുഴുവൻ മുമ്പിൽ ഒരച്ഛനുമല്ല, ഒരു സിസ്റ്ററുമല്ല, ഒരു അൽമാനുമല്ല ഇത് ശരിക്കും ജീവിച്ചിരിക്കുന്ന കർത്താവാണെന്ന് പറഞ്ഞു പഠിപ്പിക്കുന്നത്. കർത്താവിനെ എവിടെ വെച്ച് ഏത് രൂപത്തിൽ കണ്ടാലും തിരിച്ചറിയുന്ന ഒരുത്തനുണ്ട്. ആരാ? പിശാച്. കർത്താവ് മനുഷ്യനായിട്ട് അതുവഴി ഇതുവഴി ഒക്കെ നടന്ന സമയത്ത് അവനെ എവിടെ വെച്ച് കണ്ടാലും ഈ ചെകുത്താൻ വിളിച്ചു പറയും, നീ ആരാന്ന് എനിക്കറിയാം, നീ ആരാണെന്ന് എനിക്കറിയാം, നീ ജീവിച്ചിരിക്കുന്ന ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മിശിഹായാണ്. സ്ഥിരം അവൻ എവിടെ വെച്ച് കണ്ടാലും അവൻ തിരിച്ചറിയും. അതേ ചെകുത്താൻ തന്നെ ഇന്നും ലോകത്തിന് മുമ്പിൽ വിളിച്ചു പറയുന്നുണ്ട്, ദേ ഈ ഇരിക്കുന്ന കുർബാനയുണ്ടല്ലോ, ഈ ഇരിക്കുന്ന തിരുവോസ്തി, ഇത് ശരിക്കും കർത്താവാ. അവൻ വിളിച്ചു പറയുന്നുണ്ട്, നമ്മൾ കേൾക്കുന്നില്ലെന്നേ ഉള്ളൂ. നിങ്ങൾ ഓർത്ത് നോക്കിയാൽ അച്ഛൻ ഇന്നലെ പറഞ്ഞില്ലേ, ഈ ലോകത്ത് ഇഷ്ടം പോലെ മതങ്ങളുണ്ട്, ഇഷ്ടം പോലെ മതങ്ങൾ. പക്ഷെ ഈ മതങ്ങൾക്കൊക്കെ ഇഷ്ടംപോലെ ആരാധനാ വസ്തുക്കളൊക്കെ ഉണ്ട്. വിശുദ്ധ വസ്തുക്കൾ എന്നൊക്കെ പറയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ ഈ സാത്താൻ സേവക്കാർക്ക് വേണ്ടത് ലോകത്തിലെ വേറെ ഒരു മതത്തിന്റെയും ഒരു വിശുദ്ധ വസ്തു എന്നറിയപ്പെടുന്ന സാധനം വേണ്ട. അവർക്ക് വേണ്ടത് ഈ തിരുവോസ്തി മാത്രം. കാരണം ഇതിനെ അവഹേളിച്ചാൽ ദൈവത്തെ നേരിട്ട് അവഹേളിക്കുന്നതിന് തുല്യമാണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. പിശാച് പ്രസാദിക്കുമെന്ന് അവർക്ക് 100% ഉറപ്പാ. ഇത് ഇന്നും ജീവിച്ചിരിക്കുന്ന കർത്താവാണെന്ന് വിളിച്ചു പറയുന്നത് അവനാ. എൻ്റെ പ്രിയമുള്ളവരെ, എന്നും ഉള്ളിലേക്ക് ഞാനങ്ങ് സ്വീകരിക്കുക. ഇത് തിരിച്ചറിവോടുകൂടി നമ്മളൊന്ന് സ്വീകരിച്ചിരുന്നുവെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ, പൗലോസ്ലീഹായെ പോലെ നമ്മളും വിളിച്ചു പറഞ്ഞാല്, ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തുവാ. കാരണം നിന്റെ ഉള്ളിലേക്ക് വന്നേക്കുന്നത് ഈശോ മിശിഹായ. ഇവിടെ കർത്താവ് പറയുന്ന കാര്യം എന്താണെന്നറിയാമോ? ഇത് ഭക്ഷിക്കുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. അതൊരെന്തൊരു അത്ഭുതമല്ലേ എന്ന് പറഞ്ഞാൽ, സെയിം പൗലോസ്ലീഹ ഇതാണ് വിളിച്ചു പറഞ്ഞ സാധനം. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ഞാൻ ക്രിസ്തുവിന്റെ അകത്താണ് ജീവിക്കുന്നത്. ഇനി നടക്കുന്നത് ഞാനല്ല, ഈശോയാ നടക്കുന്നത്. ഇനി ചിന്തിക്കുന്നത് ഞാനല്ല, ഈശോയാ ചിന്തിക്കുന്നത്. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നത് ഞാനല്ല, ഈശോയാ ചെയ്യുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, അത്ഭുതം പ്രവർത്തിക്കാനുള്ള കഴിവ് തന്ന ഈശോ അങ്ങോട്ട് വിടുന്നത്. കാരണം എന്താണെന്നറിയാമോ? ഇനി പിന്നെ വിശുദ്ധ കുർബാന കഴിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ പിന്നെ ജീവിക്കുന്നത് നീയല്ല, കർത്താവാ. നമ്മൾ ശ്രദ്ധിച്ച് വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. വിശുദ്ധ കുർബാന നീ സ്വീകരിക്കുമ്പോൾ, ഈ അപ്പം നീ ഭക്ഷിക്കുമ്പോൾ, നീ എന്നിലും ഞാൻ നിന്നിലും. കർത്താവ് എന്നിൽ വസിക്കുന്നുണ്ട്. അതേസമയം ഞാൻ ഇവിടുന്ന് മാറി കർത്താവിൻ്റെ ഉള്ളിലുമാണ് വസിക്കുന്നത്. ഈ ഒരു ബോധ്യം നമുക്കുണ്ടാവണം. ഇതിനു വേണ്ടിയിട്ട് അച്ഛൻ പഠിപ്പിക്കാനൊന്നും പറ്റുകയല്ല എൻ്റെ പ്രിയമുള്ളവരെ. 1 2 3 4 5 മണിക്കൂറുകൾ ഇരുന്ന് പഠിപ്പിച്ചാലും ഇത് നമുക്ക് പഠിക്കാൻ പറ്റുകയില്ല. ഇത് പഠിക്കാൻ പറ്റുന്ന ഒന്നല്ല. പിതാവ് തിരുമനസ്സാകാതെ ഇത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുകയില്ല. ഇത് തിരിച്ചറിയാൻ പറ്റും. അച്ഛൻ ഇന്നലെ 1-2 പേരുടെ കാര്യങ്ങൾ പറഞ്ഞില്ലേ. വിശുദ്ധ കുർബാനയുടെ സമയത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, വിശുദ്ധ കുർബാനയുടെ സമയത്ത് കരയുക. കാരണം വേറൊന്നുമല്ല, അവർ കാണുന്നുണ്ട് ഇത് തിരുവോസ്തിയിൽ ഇരിക്കുന്നത് വെറുതെ ഒരു അപ്പമല്ല, അത് ഈശോയാണെന്ന് അവർ കാണുന്നുണ്ട്. അതുകൊണ്ട് അവർ കരയുക. ഉള്ളിലേക്ക് വരുന്നത് ഈശോയാണെന്ന് തിരിച്ചറിവോടുകൂടി അവർ കരയുക. പിന്നെ ജീവിക്കുന്നത് നമ്മളല്ല, കർത്താവാണ്. ഇത് കാണാനായിട്ട്, ഇത് തിരുവോസ്തിയിൽ ഈശോയാണെന്ന് തിരിച്ചറിയാനായിട്ട് നീ വലിയ പുസ്തകം വായിക്കാനൊന്നും പോകരുതേ. മണ്ടത്തരവാ. നീ വലിയ പുസ്തകമൊന്നും വായിക്കാൻ പോകരുതേ. തമ്പുരാന്റെ മുമ്പിൽ ഇരുന്നിട്ട് ആഗ്രഹിക്കണം, കർത്താവേ എനിക്കൊന്ന് കാണിച്ചു തരണേ, കർത്താവേ എനിക്ക് നിന്നെ ഒന്ന് കാണിച്ചു തരണം, ഒരു തിരിച്ചറിവ് തരണേ. നീ കാണുക പോലും വേണ്ട, നിന്റെ ഉള്ളിലേക്ക് കർത്താവ് ഈ തിരിച്ചറിവ് തന്നാ മതി. പിന്നെ ഒരിക്കലും നമ്മൾ ഇതിനെ വിട്ടു പിരിഞ്ഞു പോവുകയല്ല. വിശുദ്ധ കുർബാനയോട് നമുക്ക് അടങ്ങാത്ത ദാഹം ഉണ്ടാകും. ഒരു ദിവസം വിശുദ്ധ കുർബാന മുടങ്ങിയാൽ കരയുന്ന ആളുകളുണ്ട്. ഈ കാലഘട്ടത്തിൽ, ഈ മോഡേൺ കാലഘട്ടത്തിൽ ഒരു ദിവസം വിശുദ്ധ കുർബാന മുടങ്ങിയാൽ കരയുന്ന ആൾക്കാരുണ്ട്. അച്ഛന് വളരെ വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒരു അമ്മച്ചിയുണ്ട്. അമ്മച്ചി ഒരിടത്തും പോവുകയല്ല.
ഒരിടത്തും പോകുകയില്ല. അമ്മച്ചിയെ എങ്ങോട്ടേലും കൊണ്ടുപോകണമെങ്കിൽ നമ്മളൊരു ഉറപ്പ് കൊടുക്കണം. അമ്മച്ചി അവിടെ ചെന്നാൽ കുർബാനയ്ക്ക് സൗകര്യമുണ്ട്, കുർബാനയ്ക്ക് ഞങ്ങൾ കൊണ്ടുപോകാം. ആ ഉറപ്പ് കൊടുത്താൽ മാത്രമേ അമ്മച്ചി വീട് വിട്ട് പുറത്തിറങ്ങുകയുള്ളൂ. ഒരു ദിവസം പോലും അമ്മച്ചി കുർബാന മുടക്കുകയില്ല, ഒരു ദിവസം പോലും കുർബാന മുടക്കുകയില്ല. ഈ കൊറോണ ആയി ലോക്ക്ഡൗൺ ആയ സമയത്ത് അമ്മച്ചി ഭയങ്കര സങ്കടമായിരുന്നു. അമ്മച്ചിക്ക് ഭയങ്കര സങ്കടം. അമ്മച്ചി കരയുകയായിരുന്നു, കുർബാന ഇല്ലാതെ പോയതിൻ്റെ പേരിൽ കരയുക. കാരണം അമ്മച്ചിക്ക് നല്ല ബോധമുണ്ട്, ഇത് വേറെ കാര്യത്തിലൊന്നും ചിലപ്പോൾ കാണുകയില്ല, ഈ കാര്യത്തെക്കുറിച്ച് അമ്മച്ചിക്ക് നല്ല ഉറപ്പാ. ഇത് ശരിക്കും ജീവനുള്ള മിശിഹായാണ്, ഇത് ശരിക്കും ജീവനുള്ള മിശിഹായാണ്. എൻ്റെ പ്രിയമുള്ളവരെ, വിശുദ്ധ കുർബാനയിൽ നിന്ന് ഒരു അരുവിയിൽ നിന്ന് എന്നതുപോലെ കൃപാവരങ്ങൾ ഒഴുകി ഇറങ്ങുമെന്നാണ് പഠിപ്പിക്കുക. രണ്ടാം വത്തിക്കാൻ കൗൺസിലും ഒക്കെ പഠിപ്പിക്കുന്നത് അങ്ങനെ. ഒരു അരുവിയിൽ നിന്നതുപോലെ കൃപാവരം ഒഴുകി ഇറങ്ങും. നിങ്ങൾ ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ തിരുവോസ്തിയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒത്തിരിയേറെ ആളുകളുണ്ട്. ഉത്തരം കിട്ടി ഇറങ്ങിപ്പോകുന്നവര്. എല്ലാത്തിനുമുള്ള ഉത്തരങ്ങൾ അത്ഭുതമല്ല, പക്ഷെ ഭയങ്കരമായിട്ടുള്ള മനഃശാന്തിയുമായി ഇറങ്ങിപ്പോകുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. കർത്താവ് കെട്ടിപ്പിടിച്ച് ചുംബിച്ചു എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന ആൾക്കാരുണ്ട്. അവരുടെ അനുഭവം ഒന്നും നമുക്ക് മനസ്സിലാവുകയല്ല എൻ്റെ പ്രിയമുള്ളവരെ. അവരനുഭവിക്കുന്ന ആനന്ദം നമുക്കൊരിക്കലും മനസ്സിലാവുകയില്ല. അതെത്ര പറഞ്ഞാലും നമുക്കത് മണ്ടത്തരമായിട്ടേ തോന്നുള്ളൂ. അത് ഇന്ന് തുടങ്ങിയതല്ല. കർത്താവ് വിശുദ്ധ കുർബാനയെക്കുറിച്ച് എന്ന് പഠിപ്പിച്ചോ അന്ന് തുടങ്ങിയത്. ഈ കാര്യം മാത്രം നമുക്ക് പറഞ്ഞു ബോധിപ്പിക്കാൻ പറ്റുകയില്ല. ഇത് അനുഭവിച്ചല്ലാതെ അറിയാൻ പറ്റുകയില്ല. കർത്താവ് അനുവദിച്ച് നീ അനുഭവിച്ചല്ലാതെ ഇത് തിരിച്ചറിയാൻ പറ്റുകയില്ല. അപ്പം അതുകൊണ്ട് ആഗ്രഹിക്കണം. ഇത് തിരുവോസ്തിയിൽ വസിക്കുന്നത് ജീവനുള്ള കർത്താവാണ് എന്ന് തിരിച്ചറിയുവാൻ ഒരു തിരിച്ചറിവ് തരണേ തമ്പുരാനെ എന്ന് നീ ഒന്ന് ആഗ്രഹിച്ചാൽ മതി. ബാക്കി കർത്താവ് ചെയ്യും. ഈ വിശുദ്ധ കുർബാന എന്ന് പറയുന്നതിൻ്റെ ഇത് സ്വീകരിക്കുന്നത് കൊണ്ട് കർത്താവ് നൽകുന്ന ചില വാഗ്ദാനങ്ങൾ. അതിൽ ഒന്നാമത്തെ വാഗ്ദാനമാണ് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 35-ാമത്തെ വാക്യം. ഈശോ അവരോട് പറഞ്ഞു, ഞാനാണ് ജീവന്റെ അപ്പം, എൻ്റെ അടുക്കൽ വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, വിശപ്പുണ്ടാവുകയില്ല, ദാഹം ഉണ്ടാവുകയില്ല. ഈ വിശപ്പിന്റെയും ദാഹത്തിന്റെയും പ്രത്യേകത എന്താണെന്നറിയാമോ? വിശപ്പിന്റെ സമയത്ത് നമുക്ക് ഭയങ്കര വിശപ്പാണ്, എന്നാൽ കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് തൃപ്തിയായി, മതി. വെള്ളത്തിന്റെ കാര്യം അതുപോലെ തന്നെയാണ്. ബാക്കി പല കാര്യത്തിലും നമ്മൾ നോ പറയാൻ പറ്റുമല്ലോ. എത്ര കിട്ടിയാലും പൈസ എത്ര കിട്ടിയാലും പോരട്ടെ, വസ്തുക്കൾ എന്ത് കിട്ടിയാലും പിന്നെയും പോരട്ടെ എന്ന് ചിന്തിക്കുകയുള്ളൂ. വിശപ്പും ദാഹവും നമുക്ക് താൽക്കാലികമായി ശമിപ്പിക്കാം, പക്ഷെ ഇച്ചിരി നേരം കഴിയുമ്പോൾ വീണ്ടും ഇത് തുടങ്ങും. അത് വീണ്ടും ആഗ്രഹങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കും. പക്ഷെ കർത്താവ് പറയാണ്, പിന്നെ ഇത് നീ തിരിച്ചറിഞ്ഞാൽ, നീ എൻ്റെ അടുക്കിലേക്ക് വന്നാൽ പിന്നെ നിനക്ക് ഇങ്ങനത്തെ ഒരു ദാഹമില്ല, ഇങ്ങനത്തെ ഒരു വിശപ്പില്ല. ഒരിക്കലും ദാഹവും വിശപ്പുമില്ല. ഒറ്റ കാഴ്ച മതി, ഈ തമ്പുരാൻ കർത്താവിനെ കണ്ടാൽ മാത്രം മതി. രണ്ടാമത്തെ ഒരു കാര്യം, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 37-ാമത്തെ വാക്യം. പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുത്ത് വരും, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. ഇങ്ങനെ എപ്പോഴും ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇത് രണ്ടാമത്തെ ഒരു വലിയ കാര്യമാണ്. മൂന്നാമത്തെ കാര്യം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി കർത്താവ് പറയുന്ന കാര്യം. കർത്താവ് പറയാണ്, അവനെ ഞാൻ ഉയർപ്പിക്കും, അവനെ നിത്യജീവൻ ഞാൻ കൊടുക്കും. കർത്താവ് പറയുക, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം നിറവേറ്റാനാണ്. അവിടുന്ന് എനിക്ക് നൽകിയവരിൽ ഒരുവൻ പോലും നഷ്ടപ്പെടുത്താതെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കണമെന്നതാണ് എൻ്റെ അയച്ചവന്റെ ഇഷ്ടം. നിനക്ക് സ്വർഗം ഉറപ്പാണ്. കർത്താവ് വീണ്ടും ആവർത്തിച്ച് ഇതേ കാര്യം പറയുന്നുണ്ട്. അതായത് കർത്താവ് പറയുകയാണ്, ഈ അപ്പം ഭക്ഷിച്ചാൽ നീ ഒരു കാലത്തും മരിക്കുകയില്ല. ഈ അപ്പം ഭക്ഷിച്ചാൽ നിനക്ക് നിത്യജീവൻ ഉണ്ടാകും. ഈ അപ്പം ഭക്ഷിച്ചാൽ. എന്നിട്ട് വീണ്ടും കർത്താവ് പറയും, ഈ അപ്പം ഭക്ഷിച്ചില്ലെങ്കിൽ നിനക്ക് ജീവൻ ഉണ്ടാവുകയില്ല. തന്നെ പിന്നെ തിരിച്ചും മറിച്ചും കർത്താവ് ഇത് തന്നെ പഠിപ്പിക്കുക. ഈ അപ്പം ഭക്ഷിച്ചാൽ നിനക്ക് നിത്യജീവൻ ഉണ്ടാകും, നീ സ്വർഗത്തിൽ പോകും. ഈ അപ്പം ഭക്ഷിച്ചില്ലെങ്കിൽ നീ അവിടെ ചെല്ലുകയല്ല. എൻ്റെ പ്രിയമുള്ളവരെ, ഇത് തിരിച്ചറിഞ്ഞ് ഭക്ഷിക്കാനായിട്ട് നമുക്ക് പറ്റണം.
അവനെ എന്നേക്കുമായി വിട്ടുപിരിഞ്ഞ് പോയവരെ പോലെ ആയി പോവരുത് നമ്മൾ. ഈ വചനം കഠിനമാണ് എന്നും പറഞ്ഞുകൊണ്ട് വിട്ടുപിരിഞ്ഞ് പോകുന്നവരാവരുത് നമ്മൾ. ഈ വചനത്തിന്റെ അർത്ഥം ഗ്രഹിക്കാനുള്ള കഴിവ് കർത്താവ് തന്നിട്ട് അതും വാങ്ങിച്ചുകൊണ്ട് കർത്താവിന് മുമ്പിലേക്ക് എത്തേണ്ടവരാണ് നമ്മളെന്നുള്ള ബോധം ഉണ്ടാകണം. നമുക്കിത് തിരിച്ചറിയാൻ പറ്റാത്തതിന്റെ കാരണം എന്നറിയാവോ? ഇത് തിരിച്ചറിയാൻ പറ്റാത്തതിന്റെ കാരണം, ഇത് ശരിക്കും എന്താണെന്നോ എന്താ ഇവിടെ സംഭവിക്കുന്നതെന്നോ ഒന്നും നമ്മളൊന്ന് ചിന്തിക്കുന്ന പോലുമില്ല. ശരിക്കും എന്താണെന്നോ എന്താ ഇവിടെ സംഭവിക്കുന്നോ എന്ന് നമ്മളൊന്നും ചിന്തിക്കുന്ന പോലുമില്ല. ഒരു മെനക്കേടുമില്ല. നമ്മൾ വെറുതെ വരുന്നു, വിശുദ്ധ കുർബാനയ്ക്ക് നിൽക്കുന്നു, പോകുന്നു. ഇവിടെ സംഭവിക്കുന്നത് എന്താണ് എന്നുള്ളൊരു ബോധ്യം ഉണ്ടാകണം. ഈ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമായി ഒരു മനുഷ്യന്റെ ശരീരവും രക്തവുമായിട്ട് മാറുകയാണ്. വെറുതെ വാചകോടി മാത്രമല്ല കർത്താവ് ചെയ്തത്, അത് ഓർത്തോണം. പെസഹാടെ അന്ന് കർത്താവ് ഈ അപ്പം അങ്ങോട്ട് വിഭജിച്ചിട്ട് ഇതെന്റെ ശരീരമാകുന്നു എന്ന് പറഞ്ഞിട്ട് 4 കാലിലുള്ള കട്ടിലേൽ നിവർന്നു കിടന്ന് മരിക്കുകയല്ല ചെയ്തത്. അതങ്ങോട്ട് മുറിച്ചു കൊടുത്തിട്ട് ഇറങ്ങി പോവുക, അതുപോലെ മുറിയപ്പെടാൻ കഷ്ണം പോലെ മുറിയപ്പെട്ടിട്ടാണ് കർത്താവ് ഇതങ്ങോട്ട് കൊടുത്തത്. ഇന്ന് നിങ്ങളൊന്ന് ഓർത്തേ, ഇന്ന് വൈകുന്നേരം ഞാൻ പറയുകയാണ്, ഞാൻ ഇത് മൊത്തം വിഭജിച്ച് നിങ്ങൾക്ക് തരാൻ പോവാണ്, ഇതൊരു അടയാളമാണ്, ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് അതേ സെക്കൻഡിൽ ഞാൻ ഇറങ്ങി പോവുക, ഇതുപോലെ തന്നെ മുറിയപ്പെടാൻ. ഇത് മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാ തൊട്ടടുത്ത ദിവസം ഇതുപോലെ മുറിയപ്പെടും എന്നത് മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാ എൻ്റെ പ്രിയമുള്ളവര് ഈ കർത്താവ് അന്ന് അപ്പം മുറിച്ച് ഈ ശിഷ്യന്മാർക്ക് കൊടുത്തത്. അപ്പം മുറിച്ച് കൊടുത്തത്. ഈ അപ്പം ഭക്ഷിച്ചാൽ നീ ജീവിക്കും, ഈ അപ്പം ഭക്ഷിച്ചില്ലെങ്കിൽ നിനക്ക് ജീവൻ ഉണ്ടാവുകയില്ല. യോഗ്യതയോടെ ഈ അപ്പം ഭക്ഷിക്കാനായിട്ട് നമുക്ക് പറ്റണം. യോഗ്യതയോടെ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്ന സമയത്ത് എൻ്റെ പ്രിയമുള്ളവരെ അവിടെ സംഭവിക്കുന്നത് എന്താണെന്നുള്ളൊരു ബോധ്യം ഉണ്ടാകണം.